ഒരു കാര്യത്തിലേക്ക് പറ്റത്തുള്ളൂ. സത്യത്തിൽ ഇന്നലെ നസ്രുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ട ദിവസമാണ്. ഇസ്രായേൽ മക്കളുടെ ആഘോഷരാവായിരുന്നു ഇന്നലത്തെ രാത്രി എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ആർക്കും ആഘോഷിക്കാൻ പറ്റിയില്ല. ഇന്ന് രാത്രി ഇസ്രായേൽ മക്കൾ ഒന്നടങ്കം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുമെന്നുള്ളതിനകത്ത് യാതൊരു മാറ്റവുമില്ല. കാരണം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഉന്നത തലവൻ നസറുള്ള ചത്ത ദിവസം ഇന്നലെ വൈകിട്ട് ചത്തു തൊലഞ്ഞു എന്നേ അറിയാം. പന്നി ചാകുമ്പം മനുഷ്യൻ മരിക്കുമ്പോഴേ നമ്മൾ മരണപ്പെട്ടു എന്ന് പറയത്തുള്ളൂ. പക്ഷെ ഇവന്മാര് ചത്താൽ ചത്തു എന്നേ പറയാവൂ. കാരണം പന്നിയുടെ വില പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചത്തു എന്നേ പറയാവൂ. മനസ്സിലായോ? ഇങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു ശബാത്ത് ദൈവം തരുമെന്ന് ഒരിക്കലും സ്വപ്നത്തെ പ്രതീക്ഷിച്ചതല്ല. മനസ്സിലായോ? കാരണം അത്രമാത്രം ജനങ്ങൾ, അതായത് അത്രമാത്രം ഇസ്രായേലിനെ ഓരോ ദിവസവും ഹിസ്ബുള്ള ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഒക്ടോബർ 7 ആക്രമണം നടത്തി എല്ലാ വൃത്തികേടുകളും തോന്നിയവാസം കാണിച്ചിട്ട് പോയതിനു ശേഷം ഇസ്രായേൽ തിരിഞ്ഞ് ഹമാസ് ചെറ്റകളെ ഓടിക്കാൻ നോക്കിയപ്പം എല്ലാവന്മാരും മാളത്തിൽ കയറി ഒളിച്ചിരുന്നു. എല്ലാവന്മാരും മാളത്തെ കയറി ഒളിച്ചിരുന്നെങ്കിലും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഇസ്രായേൽ എന്ത് ചെയ്യും? അത് ചെയ്തിരിക്കും. കാരണം ഇസ്രായേൽ ഒരു കാര്യം പറയുന്നത് ഇസ്രായേലിന്റെ സ്വന്തം താല്പര്യത്തിലല്ല. ഇസ്രായേൽ ഒരു കാര്യം പറയുന്നത് ഇസ്രായേലിന്റെ സ്വന്തം ഇഷ്ടത്തിലല്ല. പിന്നെയോ ഇസ്രായേൽ ഒരു കാര്യം പറയുന്നത് ഇസ്രായേലിന്റെ പരിപാലകനായിരിക്കുന്ന, ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യൂത്ത്ഹേ വൗഹേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവം ഇസ്രായേലിന് കൊടുത്ത ആ ഒരു അധികാരത്തിലാണ് ഇസ്രായേൽ അത് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്തു തീർക്കുന്നത്. ചങ്കുറ്റവും തൻ്റെ ഇടവുമുള്ളൊരു ജനതയാണ് ഇസ്രായേൽ മക്കൾ. ഈ ഇസ്രായേൽ മക്കളോട് പോയി പൊരുതാനും ജയിക്കാനും ഒക്കെ നിന്നു കഴിഞ്ഞാൽ ഈ പന്നിക്കുട്ടികൾ സ്വയം ആശ്വാസം കണ്ടെത്തും. ഞങ്ങളോ സിംഹമാണ്, ആനയാണ്, ബൂനയാണെന്ന്. എന്നിട്ട് സിംഹത്തിന്റെ മുഖമൂടിയും ഇട്ട് പന്നിക്കുട്ടി ഇറങ്ങി നടന്നാലും ഒറിജിനൽ സിംഹത്തെ കണ്ടാൽ വഴിമാറിക്കൊടുത്തേ പറ്റൂ. അതങ്ങനെയാണ് അതിന്റെ ഇരിപ്പ് വശം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹിസ്ബുള്ള ഹമാസ് തീവ്രവാദികൾ ചൊറിഞ്ഞുകൊണ്ട് പോയപ്പോൾ ഇസ്രായേൽ കയറി മാന്തിയപ്പോൾ ഹിസ്ബുള്ള ഇപ്പുറത്ത് മാറിയിരുന്ന് ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 10 മാസം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് 2 മിസൈൽ ഇടും, പിന്നെയും അടങ്ങിയിരിക്കും, പിന്നെയും മിസൈൽ ഇടും, പിന്നെയും ഇരിക്കും, പിന്നെയും മിസൈൽ ഇടും എന്ന് പറയുന്ന രീതിയിൽ ഹിസ്ബുള്ള ചൊറിഞ്ഞു നിന്നപ്പോൾ ഇസ്രായേൽ ഒരു തീരുമാനമെടുത്തു. ഹമാസിനെ ടാർഗറ്റ് ചെയ്ത് അവന്മാരെ തീർത്തിട്ട് വേണം ഇവന്മാരിലോട്ട് തിരിയാനായിട്ട്. കാരണം ഇസ്രായേലിന് ഒരു കൂട്ടം ആളുകൾ, ഇസ്രായേലില് ആർമി ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇസ്രായേലിലെ എല്ലാവരും ആർമികളാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ആണും പെണ്ണും എല്ലാവരും ആർമിയാണ്. കാരണം അവരുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ്. അപ്പോൾ അവരുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമായതുകൊണ്ട് തന്നെ എല്ലാവരും ആർമിയാണ് ഇസ്രായേലില്. അപ്പോൾ ഇസ്രായേൽ ഒരു തീരുമാനമെടുത്തു. ഹിസ്ബുള്ള തീവ്രവാദികളെ തീർക്കുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യണം? ഹമാസിനെ തീർത്തിരിക്കണം. അതുകൊണ്ട് മാളത്തിൽ കയറിയും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. ഇപ്പോൾ മിച്ചമുള്ളത് ഹാലിത്തു മഷാൽ എന്ന് പറയുന്ന ഒരുത്തം മാത്രം. അവൻ എവിടെ കയറി ഏത് പെണ്ണിന്റെ അപ്പിക്കുപ്പായത്തിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. യാഹ്യ സിൻവാറും അപ്പിക്കുപ്പായത്തിന് കയറിയാണ് ഒളിച്ചിരുന്നത്. അവനെയും ദൈവം എന്ത് ചെയ്തു? എടുത്തു. ഇസ്രായേലിന്റെ മൊസാദ് അവനെയും തട്ടിക്കളഞ്ഞു. ഇപ്പോൾ യാഹ്യ സിൻവാറും ഇല്ല, ഇസ്മായിൽ ഹനിയയില്ല. അവർ രണ്ടുപേരും ഇപ്പൊ ഹൂറിയുടെ അടുത്ത് പോയിരുന്ന ആഘോഷരാവുകൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അവനിപ്പോൾ ആഘോഷരാവുകൾ ആസ്വദിക്കുകയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇസ്രായേല് അന്നേ പ്ലാൻ ചെയ്തതാണ് ഇവന്മാരെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? തീർത്തു കളയണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ത് ചെയ്തു? ഹമാസിനെ തീർത്തപാടെ ഇറാനിൽ പോയിട്ട് ഇറാന്റെ പ്രസിഡന്റിന്റെ വസതിയുടെ അടുത്ത് താമസിക്കുന്ന ഏറ്റവും സുരക്ഷയുള്ള പ്ലേസിൽ ചെന്നിട്ട് ഇസ്മായിൽ ഹനയ്യായ ഇസ്രായേൽ തീർത്തു കളഞ്ഞു. ഇസ്രായേലിന്റെ പവർ കണ്ടോ നിങ്ങള്? ഈ ലോകത്തിലെ സകല സുടുക്കൾക്കും കരഞ്ഞ് നിലവിളിക്കാനുള്ള അവസരം ഇസ്രായേൽ ഒതുക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അതെ, അള്ളാഹുവിന്റെ കാമാത്തിപ്പുരയിൽ ഇപ്പോൾ അർമാദിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഇസ്രായേൽ കൊടുത്ത ആ സമ്മാനം. നിങ്ങൾ ഈ സുടുക്കളൊന്നും ഇസ്രായേലിനെ ഓർത്ത് ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇസ്രായേലിന്റെ ഇവനും പോയി ഇസ്രായേൽ യുവമാരെല്ലാം ആ ഊറിയുടെ അടുത്ത് പറഞ്ഞു വിടുമ്പോൾ സാധാരണഗതിയിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇവന്മാരെല്ലാം എന്തിനാ കരയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എടാ, ഇസ്രായേൽ ഇത്ര വലിയ ഉപകാരം ചെയ്താലും കരച്ചിലിനൊരു കുറവുമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചത്തു, ഭാര്യമാര് ചത്തു, മക്കള് ചത്തു, ഗർഭിണികൾ ചത്തു എന്ന് കരയുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ്? എനിക്കതാ മനസ്സിലാകാത്ത. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് പറഞ്ഞ് കരയുന്നതിന്റെ രഹസ്യം എന്താണ്? ഇസ്രായേലിന്റെ ഇവര് ചത്തു, ഹൂറികൾ ചത്തു. അതെ അതെ അതെ, എന്ത് പോക്കത്തില്. അതുകൊണ്ട് ഇസ്രായേൽ വെയിറ്റ് ചെയ്ത് 10 മാസം കൊണ്ട് കാത്തിരുന്നു ഇവന്മാർക്കിട്ട് 2 കൊടുക്കാൻ വേണ്ടി, ഹിസ്ബുള്ളക്ക്. ഹമാസിനെ തീർത്തിട്ട് വേണം ഹിസ്ബുള്ളയിലോട്ട് പോകാനായിട്ട്. ഇസ്രായേൽ വളരെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ ഹമാസിനെ തീർത്തിട്ട് ഇസ്രായേൽ ഹിസ്ബുള്ളയിലോട്ട് തിരിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ നസറുള്ളയും ചത്തു. ഇനി ആരുണ്ട് കരയാൻ? ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇനി യുദ്ധം ചെയ്യാൻ പോണത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നസറുള്ളയും ഇസ്രായേൽ എന്ത് ചെയ്തു? തീർത്തു കളഞ്ഞിട്ടുണ്ട്. അയ്യോ സന്തോഷം. ഇനി എങ്ങനെ സുടുക്ക നിങ്ങൾ കരയുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സുടുക്കുഞ്ഞുങ്ങളെ, നിങ്ങൾ കരയുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തതിന്റെ പിന്നിലെ രഹസ്യം. കരയണമെങ്കിൽ സന്തോഷത്തിന് രാവുകളല്ലേ, ഇന്ന് സന്തോഷ രാവുകളല്ലേ. നസറുള്ള ഇന്നലെ പോയ ഉടനെ നസറുള്ള അവിടെ വാ കാവാലയ്യ അന്ന് പാട്ടൊക്കെ പാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. നസയെ അവിടെ ചെന്നോണ്ട് രാത്രി നേരത്ത് പൂജയിൽ ഡണ്ടക്കെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹൂറികളെല്ലാം ആരാധന സുഖവേദന എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങിയിട്ടുണ്ട്. നസറുള്ള അവിടെ ഇന്നലെ രാത്രി തന്നെ തുടങ്ങി നസറുള്ളക്ക് തഴുകലും തുടങ്ങലും ഒക്കെ ആയിട്ട് 72. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങളത് കാണുമ്പോൾ തന്നെ നിങ്ങൾ നസറുള്ളയുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് നിങ്ങൾ നസറുള്ള എന്താണ് ഹൂറികൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു മിനിറ്റ്. നസറുള്ള ഹൂറികൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമെങ്കിൽ അയ്യോ അയ്യോ കഷ്ടം. എന്തിന് ചെയ്യനാന്? എന്തിന്? നസറുള്ള പറയുകയാണ്. ഇപ്പം നിങ്ങളെല്ലാം സുടുക്കളെല്ലാം കരഞ്ഞാലും നസറുള്ള പറയുന്നുണ്ടായിരിക്കും മൊസാദ് പൊളി, ഇസ്രായേല് പൊളി. നിങ്ങൾ ഇവിടുന്ന് ഇസ്രായേല് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും അവിടെ ചെല്ലുന്ന ഇസ്മായിൽ ഹനിയയുടെയും അവിടെ ചെല്ലുന്ന നസറുള്ളയുടെയും അവിടെ ചെല്ലുന്ന ഇവന്മാരുടെയൊക്കെ ആനന്ദം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ചെല്ലുന്ന ഇസ്മായിൽ ഹനയ്യയുടെയും അവിടെ ചെല്ലുന്ന നസറുള്ളയുടെയും അവിടെ ചെല്ലുന്ന ഈ യാഹിയ സിൻവാറിന്റെയും നൃത്തവും ആനന്ദവും കണ്ടിട്ട് അവന്മാർ പറയാണ്, ഇസ്രായേലിലൂടെ യുദ്ധത്തിന് പോകാതെ ചൊറിഞ്ഞ് അടിവേടിക്കണം വരണം, ചൊറിയണം അടിവേടിക്കണം വരണം, ചൊറിയണം അടിവേടിക്കണം വരണം. അങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിൽ ഇവിടെ കിടന്ന് എന്ത് ചെയ്യാം? അറുമാദിക്കാം എന്നാ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ അറുമാദിക്കല്ലേ മക്കളെ വേണ്ടത് നിങ്ങൾ? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഞാനൊന്ന് ബാക്കടിച്ച് പോയിട്ട് വന്നാലേ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അതൊന്ന് കണ്ടാലേ പറ്റത്തുള്ളൂ.
മഹേഷ് മോനെ, നീ ലൈവിലുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ആ കോഴികളുടെ വീഡിയോ ഞാൻ ഇട്ട് തന്നില്ലായിരുന്നോ? അതെനിക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് സെൻഡ് ചെയ്ത് തരുമോ? ഒന്ന് മക്കളെ, ഒന്ന് ലൈവിലുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് സെൻഡ് ചെയ്താ ആ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോയിൽ. ഇന്നത്തെ നസറുള്ളയുടെ അവസ്ഥ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ആ വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് സെൻഡ് ചെയ്ത് വരുത്തിച്ച് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ യഹൂദന്മാരുടെ ബുദ്ധിയും ഈ തള്ളാഹുവിന്റെ ബുദ്ധിയും കൂടി അറിയണ്ടേ നിങ്ങൾക്ക്? ഇത് കണ്ടോ? ഇസ്ലാമിനെ നേരെയാക്കാൻ ഞങ്ങൾ തന്നെ മതി എന്ന പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്ലാമിനെ നന്നാക്കാൻ ഇറങ്ങിയ നമ്മുടെ ഉസ്താദിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതൊന്നും കണ്ട് പഠിക്കണെന്നേ. തന്നെ മതി എന്ന പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും. സഹോദരങ്ങളെ, ഇവന്മാരുടെ കൊതഭോഗത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇതെന്തുവാ റീന പറയുന്നതെന്നായിരിക്കും നിങ്ങള്. റീന ഇതെന്തുവാ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നല്ലേ? ഇനിയിപ്പോ റീന എന്താ പറയുന്നതെന്നുള്ളത് നിങ്ങൾ വിഷമിക്കണ്ട. ഭാര്യയുടെ പിൻഭാഗത്തോടി അയ്യോ ക്ഷമിക്കണം, ഒരു കാര്യം മറന്നുപോയി. അത് ഹെഡ്ഫോൺ വെച്ച് മാത്രം കേൾക്കുക, അത് നേരിട്ട് കേൾക്കരുത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. ഭാര്യയുടെ പിൻഭാഗത്തോടി ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ ആരുടെ ഭാര്യ എന്ന് പറയുന്നില്ല. ഏതായാലും എല്ലാവരും സൂക്ഷിക്കുക. ജൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞടന്നു, നിങ്ങളുടെ മക്കളൊക്കെ കോങ്കണായി പോകും. കണ്ടോ? ഭാര്യയെടുത്ത് കൊതഭോഗം നടത്തിയാൽ ജൂതന്മാര് പറഞ്ഞു കൊടുത്തുവിടും, ആ ഭാര്യയെടുത്ത് കൊതഭോഗം നടത്തരുത്, ഭാര്യയാണ്, അവിടെ മാനിക്കാനുള്ളതാണ്. ഈ പട്ടിയും പൂച്ചയെടുത്തും പോയി കൊതഭോഗം നടത്തുന്നത് പോലെ ഭാര്യയെടുത്ത് കൊതഭോഗം നടത്താൻ പോകരുത്. അതുകൊണ്ട് ഈ പൊട്ടന്മാരെ പറ്റിക്കാൻ ജൂതന്മാര് പറഞ്ഞു നിങ്ങളുടെയൊക്കെ മക്കൾക്ക് കോങ്കണ്ണുണ്ടാകും, എന്നാലെങ്കിലും ഇവന്മാര് കൊതഭോഗം നടത്താതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജൂതന്മാരൊന്ന് സഹായിക്കാൻ നോക്കിയതാണ്. അപ്പോഴേക്കും ഇല്ലില്ല, ഇപ്പൊ എന്താ നടക്കാൻ പോകുന്ന ഇത് സഹാബാക്കൾക്ക് അറിയണമല്ലോ. അതിനെന്താ സംശയം? ഇത്തരം കാര്യങ്ങളാണല്ലോ അറിവ് എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇത് അറിയണമല്ലോ. ഷെടാ, കോങ്കണ്ണുണ്ടാകുമോ ഭാര്യയുടെ കൊതഭോഗം നടത്തിയാൽ? കാരണം കൊതഭോഗം നടത്തിയാലല്ലേ നമുക്ക് 2 കിലോ സ്വർണം 3 കിലോ സ്വർണം വരെ കൊതത്തിലൂടെ കടത്തിവിടാൻ പറ്റത്തുള്ളൂ. പണ്ട് മുഹമ്മദ് കാക്ക എന്തായിരിക്കും കടത്തിവിട്ടത്? കൊതത്തിലൂടെ സ്വർണ്ണമായിരിക്കുമോ? ഞാൻ വിചാരിക്കുന്നു ഈന്തപ്പന കടത്തി വിടുമായിരിക്കും. വലിയക്കാട്ടെ ഈന്തപ്പന കുത്തിക്കയറ്റി ഞാൻ കടത്തി വിടുമായിരിക്കും. പണ്ട് ഈ പോക്കുവരവ് നടത്താനുള്ള വണ്ടി വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ വല്ല സഹാബിയെ കൊതഭോഗം നടത്തിയിട്ട് അല്ലെങ്കിൽ ഭാര്യയുടെ തന്നെ കൊതഭോഗം നടത്തിയിട്ട് ഈന്തപ്പനകൾ വെച്ച് കടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യത്തിലേക്ക് കൈമാറ്റം ചെയ്യാനായിട്ടുള്ള ഒരു വലിയ സംവിധാനം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു നമ്മുടെ സഹാബ്. പക്ഷേ ഉസ്താദ് മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. ഉസ്താദ് അറബി പഠിക്കും. ഗസലൊക്കെ പാടുവാ. ചോദിക്കപ്പെട്ടു, ഇന്നൽ യഹൂദ തഖൂൽ ഇദാ അതാ ഇന്നർ റജുല ഇദാ അതാ ഇംറാതഹു വഹിയ മുജബ്ബാതൻ. നിങ്ങളുടെ ശബ്ദം അതല്ലാതെ അതൊന്ന് കേട്ടു നോക്കൂ. ഗസൽ പാടുന്നാണെങ്കിൽ ക്യാ ബാത്ത് എന്നിട്ട് വല്ല ഗസൽ പാടുന്നത് പോലെയൊക്കെ എന്നൊരു സംശയം. പിൻഭാഗത്തൂടി എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ വെളുപ്പിക്കൽ ടീം പറയും പിൻഭാഗത്തൂടി എന്ന് പറയുമ്പോ കൊതഭോഗമല്ല അവന്മാർ ചിലപ്പോ പറയാതിരിക്കുന്നത്. അയ്യോ, അത് നബിതങ്ങൾ പറയുന്ന വീടിന്റെ ബാക്ക് സൈഡിലുള്ള ഡോറിൽ കൂടി കയറുന്ന കഥയാണെന്ന് പറഞ്ഞേക്കരുത്. ഇത് കൊതഭോഗത്തിന്റെ കഥയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു കാര്യത്തിൽ യാതൊരു ലോഭവും നമ്മൾ കാണിച്ചിട്ടില്ല. ഇഷ്ടം പോലെ റിപ്പോർട്ടുകളും റിവായത്തുകളുണ്ട്. മാഷാ അല്ലാഹ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭാര്യമാരുടെ പിൻഭാഗത്ത് കൂടി പ്രവേശിച്ച
ഭാര്യമാരുടെ കൊതഭാഗത്തിലൂടെ പ്രവേശിച്ചാൽ എന്നല്ലേ പറയണ്ടേ? പിൻഭാഗത്തിലൂടെ എന്തിനാ വെച്ച് കുറച്ചുകൂടി ഇങ്ങനെ ലളിതമാക്കി പറയുന്നേ? മനസ്സിലാകണ്ടേ മനുഷ്യർക്ക്? ഇത് പഠിപ്പിക്കുന്ന ടീമിന് വേണമെങ്കിൽ ഭാര്യയുടെ വീടിന്റെ വാതിലിന്റെ പിൻവാതിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഭാര്യമാരുടെ പിൻഭാഗത്തു കൂടി പ്രവേശിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന സന്താനങ്ങൾ കോങ്കണ്ണുള്ള സന്താനമായി പോകുമോ നബിയേ? എടാ വിവരം കെട്ടവന്മാരെ, ജൂതന്മാർ അങ്ങനെയെങ്കിലും ഭാര്യമാരെ ഒന്ന് ബഹുമാനിക്കട്ടെ. ഭാര്യമാരെന്ന് പറയുന്നവളുമാര് ദൈവം തന്ന ഒരു എന്താ പറയുന്ന പുരുഷന് കൊടുത്ത് ചേർന്ന ഇണയാണ്, തുണയാണ്. ആ ഭാര്യയോട് എങ്ങനെയാണ് ശയിക്കേണ്ടതെന്നും ആ ഭാര്യയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഈ കാട്ടറബികൾ തയ്യാറാകാത്തത് കൊണ്ട് യഹൂദന്മാർ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എടാ അങ്ങനെ ചെയ്യരുത്, കോങ്കണ്ണ് വരും നിന്റെ മക്കൾക്ക് എന്ന് പറഞ്ഞ് ബുദ്ധി പറഞ്ഞു കൊടുത്തു. അങ്ങനെയെങ്കിലും ഈ കോങ്കണ്ണിന്റെ പേരെങ്കിലും പറഞ്ഞ് ഇവന്മാര് ഭാര്യമാരെ കൊതഭോഗം നടത്താതിരിക്കട്ടെ എന്ന് യഹൂദന്മാർ ചിന്തിച്ചപ്പം അത് പറ്റത്തില്ല, വകി ഇറക്കി തന്നെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും, കൊതഭോഗം നടത്തും. കണ്ടോ? എന്റെ വകയായി ഞാൻ 2 A എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. ഉസ്താദ് ക്ഷമിക്കണം. ഉസ്താദ് ഇങ്ങനെ A തന്നെ പറയുമ്പോ എനിക്കും 2 A കൂട്ടാൻ തോന്നിയത്. മറുപടി പറയുകയാണ്, ഏത് വഴിക്ക് പോയാലും ഉസ്താദ് കഴിച്ചിലായി. തല്ലും മുഴുവനും മുഹമ്മദ് നബിക്ക്. ജൂതന്മാര് കള്ളന്മാരാണ്. കള്ളന്മാര് കോങ്ങണിന്റെ കാര്യം എന്താ ഉസ്താദേ? കള്ളം കണ്ടോ? റസൂല് മറുപടി പറയുകയാണ്, കേക്കല്ലേ, ജൂതന്മാര് കള്ളന്മാരാണ്. നിങ്ങള് ജൂതന്മാര് പറയുന്നത് കേൾക്കരുത്, കള്ളന്മാരാണ്. ഈ കള്ളന്മാര് പറയുന്നത് കേൾക്കാനേ നിങ്ങൾ പോകരുത്. പിന്നെയോ ഞാൻ വകി ഇറക്കിത്തരാം മക്കളെ നിങ്ങൾക്ക്. ഞാൻ ഇപ്പൊ തള്ളാകൂടി ഇപ്പൊ വിളിക്കും ഞാൻ. കാരണം അപ്പം ഭാര്യയെ പോയിക്കുന്ന സമയത്ത് എന്തുവാ നമ്മുടെ മുഹമ്മദ് കാമബ്രാദിന്റെ അണ്ടിക്ക് ബലം കിട്ടുമ്പോ 30 കുതിരപ്പവന്റെ ശക്തിയിൽ ഇടയ്ക്കിടയ്ക്ക് അത് പൊങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? തള്ളാഹുവിനോട് ആയത്തിറക്കി ചോദിക്കുമ്പോൾ പറയും, മരുമകളെ എടുത്തോ, ഇത് വഴി കാണുന്ന വെണ്ണിനെ പിടിച്ചോ, ഇല്ലെങ്കിൽ വീട്ടു വേലക്കാരിയെ പിടിച്ചോ, എവിടെ വേണമെങ്കിലും എടുത്തോണ്ട് പോയിക്കോ എന്ന് അപ്പപ്പം വകി ഇറക്കി കൊടുക്കുന്ന തള്ളാഹു അല്ലേ? ഇപ്പൊ ഈ കൊതത്തി പോയിക്കണമെങ്കിലും വകി ഇപ്പൊ തന്നെ കിട്ടിക്കോളും, നീ വിഷമിക്കാതെ, ഞാൻ പറഞ്ഞുതരാം, പിടിച്ചോ. കള്ളം പറഞ്ഞ കോങ്ങൽ ഉണ്ടാകത്തില്ല. ശരി, അവര് കള്ളം പറഞ്ഞ ശരിക്കും എന്താണ് സത്യത്തിൽ എങ്ങനെ സംഭവിക്കുക? പിന്നെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? റബ്ബുൽ തമ്പുരാനെ ഇവിടെ ബീപ് 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 ഇട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആയത്തിറങ്ങിയിട്ടുണ്ട്. ഖുർആനെയും മുഹമ്മദ് നബിനെയും ഈ വഹി കൊണ്ടിരുന്ന ജിബ്രീലിനെയും ഒക്കെ ആക്ഷേപിച്ച് വഷളാക്കിയിട്ട് ഒരു കച്ചറ സീനുണ്ടായി. ആരോ പുറകിൽ കൂടി എന്തോ ചെയ്യാൻ ശ്രമിച്ചു, പുറകിൽ കൂടി വന്നെന്തോ ചെയ്യാൻ ശ്രമിച്ചപ്പോ ഉടനെ തന്നെ അള്ളാഹു അപ്പൊ തന്നെ വഴിയിറക്കി ആയത്തിറക്കി അള്ളാഹു ഇങ്ങനെ കൊടുക്കുക. എന്തുവാ ജൂതന്മാർ കള്ളവാ പറഞ്ഞത്. ഞാനിപ്പോ പറഞ്ഞു തരാം എന്താണ്. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടം നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കൊയ്തുകൊള്ളുക. സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൃഷി ഇറക്കിക്കോ. മുൻഭാഗത്തോ പിൻഭാഗത്തോ എങ്ങോട്ട് കൂടി എവിടെയൊക്കെ വോളിട്ട് വേണമെങ്കിൽ 2 വോൾ എക്സ്ട്രാ കൂടി ഇട്ട് എന്ത് ചെയ്യണം, നിങ്ങളവിടെ വിഷയം അങ്ങ് ഇറക്കി മറിച്ചോ. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കൃഷിയിലൂടെ ഈന്തപ്പന കടത്താനുള്ളതല്ലേ. മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും വിശദീകരണം ഒന്നുകൂടെ. ഞങ്ങളുടെ മതത്തെയും കേട്ടോ. അപ്പം മുൻഭാഗത്തും പിൻഭാഗത്തും വേണമെങ്കിൽ 2-3 ഓളും കൂടി ഇട്ട് എങ്ങനെ വേണമെങ്കിലും നീയൊക്കെ ബോധഭോഗമോ എന്ത് ഭോഗമോ നടത്തിക്കോടെ. അല്ലാഹു അല്ല വഴി ഇറക്കിക്കൊണ്ടിരിക്കുന്നേ. അവിടെയാണ് വിഷയം. ഇത്തരം കാര്യങ്ങൾ കണ്ടോ. അപ്പം നമ്മുടെ തള്ളാഹു അവിടെ ഇരിക്കുമല്ലേ. തള്ളാഹു ഇരിക്കുമ്പോ നിങ്ങൾക്ക് എന്താ മക്കളെ ഭോഗിക്കാൻ ഒരു കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. തള്ളാഹു ആണെങ്കിൽ 72 കൂറിയുടെ കൂടെ ഓരോ ദിവസവും എങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നത് തള്ളാഹുവിന് പോലും അറിയത്തില്ല. തള്ളാഹുവിന് എത്ര ഇടത്തെ ആ ഹോളിട്ട് കൊടുത്തു വെച്ചിരിക്കുന്നതെന്ന് ഓനും പറയത്തില്ല. ഈ എന്താ പറയുന്ന ഈ ഹൂറികൾക്ക് അങ്ങനെ ഇരിക്കുമ്പം കൃഷിയിടമായിട്ട് വെച്ചിരിക്കുമല്ലേ പെണ്ണുങ്ങളെ. പർദ്ദയ്ക്കകത്തായതുകൊണ്ട് എത്ര അടുത്ത് ഹോള് കിടക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പർദ്ദയ്ക്കകത്തല്ലേ ഒക്കെ ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഈ തള്ളാഹു ഇറക്കി ആയത്ത് വെച്ച് കൃഷിയിടം വെച്ചിട്ട്
ഹോളുകളുടെ എണ്ണം കൂടി. എൻ്റെ ദൈവമേ, എവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ പേജിലോട്ടൊക്കെ കയറി വരുമ്പം ഈ നരമ്പിൻ്റെ കടി ചിലപ്പോൾ കൂടി വരുന്നത് പിള്ളേർക്ക്, സുടുക്കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ആ കടി കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്താണ് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തീർത്തു കൊടുക്കണമെന്നുള്ള തോന്നലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് തീർത്തും കൊടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതാണ് നമ്മുടെ തള്ളാഹുവിൻ്റെ സ്നേഹനിധിയായ തള്ളാഹുവിൻ്റെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങളൊന്നും ചിന്തിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരെ കക്കൂസാന്ന് ഞാൻ പറയുമ്പം നിങ്ങൾ പറയാറില്ലേ, യോ റീനോ അവന്മാരുടെ അലക്സ കക്കൂസിന് എന്തിനാ റീന കക്കൂസ് എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറയുമ്പോഴല്ലേ കക്കൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുള്ളൂ. ആണോ അല്ലയോ? ചിന്തിര്. ഞാൻ പറയുമ്പോഴേ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ. എന്തുവാ റീന കക്കൂസ് എന്ന് പറഞ്ഞു, റീന നമ്മൻ്റെ എന്തുവാ മോസ്കിനെ റീന കക്കൂസ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ചിന്തിക്കുന്ന. ഇത് ഞാൻ പറഞ്ഞല്ല, കക്കൂസ് എന്ന് ആരാ പറഞ്ഞെന്ന് ഇപ്പൊ പറയിച്ചു തരാം ഞാൻ. ഒരു മിനിറ്റ്. പൈസ കൊടുത്ത ഫുഡ് കൊടുത്തിട്ടാണ് അവന്മാരെ ഓരോ പരിപാടികൾക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേജിൽ കയറുന്നിട്ട് ഈ സൈസ് തോന്നിയ ഇപ്പൊ തരം കക്കൂസ് ഏതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുമായി ചങ്ങാത്തം കൂടാൻ പോകരുത്. അയ്യോ അയ്യോ, നമ്മൾ അവരുമായി ചങ്ങാത്തം കൂടാൻ പോകരുത് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. യഹൂദനുമായി ജൂതന്മാരുമായിട്ട് ക്രിസ്ത്യാനികളുമായിട്ട് ചങ്ങാത്തം കൂടാൻ പോകരുത് എന്നുള്ള കഥയല്ല തള്ളാഹുവിന്റെ ശിഷ്യഗണം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തള്ളാഹുവിന്റെ ശിഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചങ്ങാത്തം എന്ന് പറയുന്നത് നമ്മൾ സലഫികളുമായിട്ട്, അതായത് നമ്മന്റെ ആൾക്കാരുമായിട്ട് തന്നെ പോകരുത്. അവന്മാരുടെ പള്ളികൾ കക്കൂസുകളാണ്. കേട്ടോ നിങ്ങൾ? മനസ്സിലാക്കി അവിടെ കയറി നിസ്കരിക്കാൻ പോകരുത്. പിശാചിന്റെ കേന്ദ്രമാണ്. എന്ന് കക്കൂസിലേക്ക് കടക്കുമ്പോൾ ദിക്ർ ചെല്ലാൻ റസൂൽ എന്തിനു പറഞ്ഞു? അവിടെ പിശാചുക്കളുടെ ഇടപെടലുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഷെറുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് ആ കക്കൂസിനേറ്റാലും അപകടമാണ് മുജാഹിദിന്റെ പള്ളി എന്ന് പറയുന്ന കൂടാരം. മുജാഹിദിന്റെ പള്ളി എന്ന് പറയുന്നത് കക്കൂസിനേക്കാളും മോശപ്പെട്ട സാധനമാണ്. ഞാൻ കക്കൂസ് എന്നല്ലേ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുഞ്ഞാടുകളെ, ഞാൻ കേവലം കക്കൂസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതെന്താ പറയുന്നത്? കക്കൂസിനേക്കാളും തീട്ട സെപ്റ്റിക് ടാങ്കിനേക്കാളും കേട്ടോന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോ ഞാൻ വല്ലതും പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാൻ വിധിക്കാൻ പറ്റുമോ? എന്നോട് പറ്റില്ല. അവിടെ കാണാത്ത പിശാച്ചാണ് കക്കൂസ് ഉണ്ടെങ്കിൽ, ഇത് കാണുന്ന പിശാച്ചുകളാണ്. ഉണ്ടോ? സാധാരണ കക്കൂസിനകത്ത് കാണാത്ത പിശാചുക്കളൊക്കെ ഇരിക്കുന്നതെന്ന്. പക്ഷെ മുജാഹിദിന്റെ പള്ളിക്കകത്തിരിക്കുന്ന സൈത്താൻ, ഇപ്പൊ സൈത്താൻ എന്ന് ഞാൻ വിളിച്ചത്, മുജാഹിദ് വിളിക്കുന്നത് തള്ളാഹുവിനെയാണേ. ഈ തള്ളാഹുവിനെ സൈത്താൻ എന്ന് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തെറി വിളിക്കും. പക്ഷേ തള്ളാഹുവിനെ വിളിക്കുന്നത് സൈത്താനെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുസ്ലിയാരോ ഇവനാരോ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. സുന്നി പള്ളിയിലേക്ക് കടക്കുമ്പം അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ചോദിച്ചാണ് കടക്കുന്നതെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, കക്കൂസ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോ പിശാചിനെ തൊട്ട് കാവലിനെ തേടണം. മുജാഹിദ് നമ്മൾ പള്ളിന്ന് പേര് പറയാന്നല്ലാതെ ചർച്ചുകൾ അതിനും പള്ളി എന്നല്ല പറയണത്. ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഒരാൾ പോയി ഇരുന്നാൽ ഈത്തികാഫിന്റെ കൂലിട്ടു. അതിനേക്കാൾ അപകടമാണിത്. അവിടെ കയറാൻ പാടില്ല. കണ്ടോ? ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ പോകുന്നതിനേക്കാളും അപകടമാണ് മുജാഹിദിന്റെ പള്ളിയിൽ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ മുസ്ലിയാര് പറയുന്നത്. പക്ഷെ മുജാഹിദിന്റെ പള്ളിയിൽ പറ്റില്ല. സാത്താനാണ് അവൻ വിളിക്കുന്ന തള്ളാഹു, സാത്താനാണ്. ആ സാത്താന്റെ കഥയെ ഞാനും പറഞ്ഞോളൂ. പ്രിയ സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ഈ കൂടെ ഈ തള്ളാഹുവിനെ തള്ളിമറിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ തള്ളാഹു, ഇവർ വിളിക്കുന്ന തള്ളാഹു സൈത്താനാണ്, ഇവർ വിളിക്കുന്ന തള്ളാഹു സൈത്താനാണെന്ന് ഞാൻ പറയുമ്പോൾ എന്നെ കുറ്റം പറയാൻ വിധിയുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ സൈത്താനെ തന്നെയല്ലേ അവരും വിളിക്കുന്നത്. മനസ്സിലായോ? അത് കക്കൂസാണെന്ന് നമ്മുടെ മുസ്ലിയാര് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ഘട്ടത്തിലും ആർക്കെങ്കിലും പാസ് ചെയ്ത് പോകേണ്ടി വന്നാൽ പോലും അവിടെയും ചെല്ലേണ്ട ദിക്റാണ് അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ഒരു കക്കൂസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ മാത്രം ഒതുക്കേണ്ടല്ല, പിശാചിന്റെ കേന്ദ്രം എവിടെയാണോ അവർക്കൊക്കെയുള്ള ദിക്റാണ്. കേട്ടോ? കക്കൂസ് എന്ന് പേര് മാത്രത്തിൽ കൊണ്ട് ഒതുക്കാനുള്ളതല്ല. മഹേഷ് മോനെ, നീ ഒന്ന് എനിക്ക് ആ കോഴിയുടെ വീഡിയോ ഒന്ന് ഇട്ട് തരണേ. എനിക്ക് ഡൗൺലോഡ് ചെയ്തൊന്ന് ഇട്ട് തരണേ. ഞാൻ കോഴികളുടെ
72 ഹൂറിക്കോഴികളുടെ വീഡിയോ ഒന്ന് എനിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് തരണേ, മറക്കല്ലേ. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ തള്ളാഹു സൈത്താനാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് വിഷമമുള്ളൂ. പക്ഷെ തള്ളാഹു സൈത്താനാണെന്നും ഈ മുജാഹിദ് വിളിക്കുന്ന തള്ളാഹു സൈത്താനാണത് കക്കൂസാണെന്ന് നമ്മുടെ മുസ്ലിയാരും പറയുന്നുണ്ട്. ഇനി കൂടുതൽ ഞാൻ എന്താണ് തെളിവ് തരേണ്ടത്? എന്നെ തെറി വിളിക്കുന്നവരെ കേട്ടുകൊള്ളിൻ, നമ്മുടെ തള്ളാഹു എന്ന് പറയുന്നത് ഒരു സൈത്താനാണ്. ഈ സൈത്താന്റെ അടുത്ത് പോകുന്നവരെല്ലാം കക്കൂസിലാണ് പോകുന്നത്. ആ കക്കൂസിൽ പോയിരുന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? തള്ളാഹു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതല്ലേ ഞാനും പറഞ്ഞോളൂ, ഇതല്ലേ ഞാനും പറഞ്ഞോളൂ. അല്ലാതെ ഞാൻ വേറെന്തെങ്കിലും പറഞ്ഞോ പ്രിയ സഹോദരങ്ങളെ? എന്നെ മാത്രം നിങ്ങൾ നോട്ടപ്പുള്ളിയായി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇനി അടുത്തത് കേട്ടോ. ലോകത്ത് കണ്ടിട്ടില്ല ആ മാതിരി ആളുകൾ മിണ്ടാതിരിക്കും. പെണ്ണിന് നിർബന്ധം, പെണ്ണിന് നിർബന്ധം, ആളുകൾ മിണ്ടാതിരിക്കും. ഒരു മിനിറ്റ് കൂടി, ഒരു കാര്യം കൂടി കേട്ടോ. വല്ലാത്ത ജാതിയൊക്കെ ഒന്ന് കണ്ണൂർ പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ഉണ്ടോ? ഹബീബായ തങ്ങൾ ഒരു പെണ്ണിനെ കണ്ടു, ഇങ്ങനെ പോവുകയാണ്. പെണ്ണിന് കുറച്ച് ചന്തിയുണ്ട്, എന്ന് പറഞ്ഞ് പെണ്ണ് പോയി കഴിഞ്ഞാൽ ഹബീബായ തങ്ങളുടെ കണ്ണ് രണ്ടും കണ്ണാ ലഡ്ഡു തിങ്കി അസിയ എന്നങ്ങ് തോന്നും. ആ തോന്നൽ വരുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പറയുകയാണ്, നിക്കടി അവിടെ, എടി ഊറിപ്പെണ്ണെ നിക്കടി അവിടെ, ആ പൊട്ടിപ്പെണ്ണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിക്കണം അവള്. നീ കല്യാണം കഴിച്ചതാണോടി? അതെ, ഞാൻ കല്യാണം കഴിച്ചതാണ് ഹബീബായ തങ്ങളെ. എന്നാ നിന്റെ ഭർത്താവ് എന്തിയെ? ഓ, ആ മരക്കോന്തനെ വിളിക്ക്, ആ കോന്തൻ വരും. പറഞ്ഞോളൂ ഹബീബായ തങ്ങളെ, ചൊല്ലടാ തലാക്ക്. തലാക്ക് 1, തലാക്ക് 2, തലാക്ക് 3. അതിന് പോയിക്കോ, വരൂ, ടെങ് ടെങ് ടെങ്, നമ്മുടെ കാര്യം നടത്താം. ഇനി ഗതഭോഗമാകാം, ഏത് ഭോഗമാണെങ്കിലും തള്ളാഹൂന് അത് തള്ളാഹൂനത് ഹലാലാണ്. ആർക്കാ? ഹബീബായ തങ്ങളിന് നിന്നു കൊടുക്കണം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. അതായത് ഹബീബായ തങ്ങളിൽ ഇപ്പൊ ഒരു യൗവനക്കാരിയായ കന്യകയായ പെണ്ണിനെയാണ് കണ്ടു തന്നെ ഇരിക്കട്ടെ. കന്യകയായ പെണ്ണെ കണ്ടപ്പോൾ അത് കളിപ്പാട്ടം വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. കന്യകയെന്നും പറയാൻ പറ്റത്തില്ല, കുഞ്ഞുവാവയെ പോലെ നമ്മുടെ ആയിഷനെ കണ്ട കാഴ്ചയെ കുറിച്ചാണ് വിവരിക്കുന്നത്. അപ്പൊ കുഞ്ഞുവാവയും വെച്ച് കളിപ്പാട്ടം വെച്ച് രാരോ എന്ന് വെച്ച് കൊച്ചു കളിച്ചോണ്ടിരുന്നപ്പോ ഹബീബായ തങ്ങൾ നടന്നു പോയപ്പോഴത്തേക്കും 2 കണ്ണ് പുറത്തേക്ക് പോയി. കണ്ണാ ലഡ്ഡു തിങ്കി ആസിയാ തള്ളാഹു ചോദിക്കും. അപ്പോഴത്തേക്കും ഹബീബായ തങ്ങൾ യെസ് ഇങ്ങനെ പറയും. അപ്പോഴേക്കും വൈ ഇറക്കി തന്നാ, നീ അങ്ങോട്ടങ്ങ് പോയാച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അബൂബക്കറോട് പോയിട്ടും അബൂബക്കറേ നിന്റെ മകളെ എനിക്ക് കെട്ടിച്ചതാ എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് അബൂബക്കറിനില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഹറാമാണ്. വേറൊരു പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, കൊടുത്താൽ അത് ഹറാമാണ്. മോനിഷ സ്റ്റീഫൻ, ആ പെട്ടിട്ടിരിക്കുന്ന കൊച്ചിനെ എടുത്തു വെച്ചോണ്ടേ വല്ല കൊതവും കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് ചെല്ല്. മനസ്സിലായോ? വിനോദ് കുമാർ ബിസയിൽ വഴിമാറി വന്നു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയുടെയും അമ്മയുടെയും കൊതത്തിനകത്തോട്ട് കയറൂടാ. പൊട്ടിത്തെറിച്ച് ചത്തു കഴിഞ്ഞാൽ നിന്റെ ശല്യവും തീരുമല്ലോ. അപ്പൊ എന്നാ ചെയ്യും? വിനോദ് കുമാറിന്റെ വീട്ടിലോട്ട് ഇസ്രായേൽ ഒരു മിസൈൽ അങ്ങോട്ട് ഇട്ടാൽ ഹിസ്ബുള്ളയുടെ മിസൈൽ എന്തായാലും വരാൻ സാധ്യതയില്ല. കാരണം ഹിസ്ബുള്ളയുടെ മിസൈൽ അയക്കാൻ ഇനി നസറുള്ള ബാക്കിയില്ലല്ലോ. ഇനി ഇസ്രായേൽ വല്ലതും അയക്കുന്ന ഒരു മിസൈൽ വഴിമാറി വന്നാൽ നിന്റെ അമ്മയുടെയും നിന്റെ ഭാര്യയുടെയും കൊതത്തിനകത്തോട്ട് കയറി പൊട്ടിത്തെറിച്ച് ചത്തുപോയാൽ പിന്നെ നിന്റെ അമ്മയുടെ കൊതവും ഭാര്യയുടെ കൊതവും കൊണ്ടുപോയി ഉസ്താദുമാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. നീ എങ്ങനെ പിന്നെ സ്വർണ്ണക്കടത്ത് നടത്തും ആ കൊതം വെച്ചോണ്ട്? വിനോദ് കുമാറെ, അപ്പോൾ സമയം കളയാതെ വല്ല കൊതം കൊണ്ട് ഭാര്യയുടെയും അമ്മയുടെയും കൊതം കൊണ്ടുപോയി കൊടുത്ത് മിസൈൽ തടുത്താനുള്ള വല്ല വഴിയുണ്ടെങ്കിൽ പോയി നോക്ക്. മനസ്സിലായോ? കേട്ടോ? അപ്പൊ സമയം കളയരുത്, ഞാൻ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഹബീബായ തങ്ങൾക്ക് ഈ യൗവനക്കാരെ കിട്ടിക്കഴിഞ്ഞാലും കല്യാണം കഴിച്ചവളെ കിട്ടിക്കഴിഞ്ഞാലും അതെന്താണ്? ഹലാലാണ്. വേറെ ആള് വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോവും.
എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാണെന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ഹബീബായ തങ്ങള് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹബീബായ തങ്ങൾ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ തലാക്കങ്ങ് ചൊല്ലിയേക്കണം. അങ്ങനെയാണല്ലോ നമ്മുടെ ഹബീബായ തങ്ങളിൻ്റെ ഒറ്റപുത്രനായ ദത്തുപുത്രനായ സയ്യദിന്റെ ഭാര്യ നമ്മള് ഭോഗിച്ചെടുത്തത്. അങ്ങനെയാണല്ലോ തലാക്ക് ചൊല്ലിച്ച്. എങ്ങനെയുണ്ട്? ഓർമ്മയുണ്ടോ നമ്മുടെ സയ്യിദിന്റെ ഭാര്യയെ നമ്മളെങ്ങനെയാണ് അടിച്ചു മാറ്റി കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ട്? അപ്പോൾ ഇതാണ് ഹബീബായ തങ്ങളുടെ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നവരാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയം എടുത്താൽ തന്നെ അത്ര പറയാണ്ട്. അതെ, കണ്ടോ, ഒരു നിക്കാഹിന്റെ വിഷയം, തള്ളാഖിന്റെ ഒരു നിക്കാഹിന്റെ വിഷയം എടുത്താൽ എത്രമാത്രം പറയാനുണ്ട് എന്നാണ് പറയുന്നത്. നോക്കിക്കോണേ, ഇതാണ് തള്ളാഖുവിന്റെ വിഷയം. ഇതടുത്ത് നോക്കിക്കോ. ഈ അഹയന്റെ ഈന്തപ്പഴം നക്കിക്കൊടുക്കുന്നത് തിന്നാൻ വേണ്ടി ഇരിക്കുന്ന വൃത്തികെട്ടവന്മാര്. സ്ലോ മോഷനിലിട്ട് കാണിക്കാമെന്ന് വെച്ചാൽ സ്ലോ മോഷൻ അവിടെ പോയടാ. അതിന്റെ വീഡിയോക്ക് സ്ലോ മോഷൻ ഇതിനകത്ത് സ്ലോ മോഷൻ ഉണ്ടോ നോക്കട്ടെ ഞാൻ. ഉണ്ട്, സ്ലോ മോഷൻ ഉണ്ട്. സ്ലോ മോഷനിൽ കാണിക്കാം. അപ്പം അതെ റിജിത്തെ, ഉസ്താദ് തന്നെ തൂറാൻ എടുത്തിട്ട് ഊക്കോട് ഊക്കാം. ഇനി ആരെങ്കിലും ഊക്കേണ്ട ആവശ്യമുണ്ടോ തൂറാൻ എടുത്തിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മിനിറ്റ്. ഇനി നോക്കിക്കോ. കാണുന്നുണ്ടോ? നോക്ക്. കണ്ടോ? കാണാത്തവരൊന്നും കാണുക. ഈ കൊതമതത്തിന്റെ വൃത്തികേടെന്ന് പറയുന്നത് ഒന്നും ചെറുതും രണ്ടും വലുതൊന്നും അല്ല പ്രിയ സഹോദരങ്ങളെ. അയ്യോ, ഈ കൊതമതത്തിന്റെ വൃത്തികേടെന്ന് പറയുന്ന സാത്താന്റെ ഇറങ്ങി നിൽക്കുന്ന അവതാരങ്ങൾ ഭൂമിയിൽ എങ്ങനെ നടമാടിയാൽ എങ്ങനെ ഇരിക്കുവോ അത് തന്നെയാണ്. തിന്നുന്ന ആഹാരം വായിലിട്ട് നക്കിക്കൊടുക്കുന്നു. ഈ ഹലാൽ ഭക്ഷണങ്ങളൊക്കെയാണ് പോയിരുന്നിട്ട് ഇവന്മാര് അടുത്ത ഡാൻസ് നോക്കും. നിങ്ങള് ഇപ്പഴേ ട്രെയിനിങ് എടുക്കുക. അവിടെ എന്തുവാ ഈ മയിലുകൾ കണ്ടിട്ടില്ലേ? ആൺമയിൽ ഡാൻസ് കളിക്കും ഇങ്ങിണിങ്ങിണിങ്ങിണിങ്ങിണിങ്ങിണിങ്ങിണെന്ന് പറഞ്ഞു. എന്തിനാ? പെൺമയിലിനെ വശീകരിക്കാനായിട്ട്. അപ്പൊ ഇപ്പോഴേ ട്രെയിനിങ് എടുക്കുക. എന്തുവാ അവിടെ പോയിട്ട് 72 ഹൂറിമാരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിന്റെ ട്രെയിനിങ് ഇപ്പോഴും എടുത്തോണ്ടിരിക്കുക. കണ്ടോ എങ്ങനെയത്? സൂപ്പർ. ഇത് കണ്ടാലേ കൂറുകൾ അത്ര ഇയാളുടെ മുമ്പിൽ തന്നെ കമിഴ്ന്ന് നടക്കും.
ഒരാളുടെ മുമ്പിൽ തന്നെ കമിഴ്ന്ന് കിടക്കും. ഈ നൃത്തം കണ്ടാൽ മയിലുകൾ പോലും തോറ്റുപോകും. മയിലാട്ടം. ഇനി അടുത്ത ആളുടെ ഞാൻ ഇട്ട് തരാം. നിങ്ങൾ ഇതോർത്തൊന്നും വിഷമിക്കരുത്. ഇതുണ്ടോ അടുത്ത ഹൂറികൾ പണമിട്ട് ആനന്ദിക്കുന്ന ആനന്ദം കണ്ട്. ഹൂറികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നൃത്തം ചെയ്ത് പഠിച്ച് ഇതെല്ലാം തള്ളാഹുവിന്റെ അടുത്ത് കിടുന്ന ട്രെയിനിങ് ആയിട്ടോ. കാരണം അവിടെ ചെല്ലുമ്പോൾ ഹൂറികളുടെ അടുത്ത് ചെല്ലുമ്പം ഇതൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഹൂറികളുടെ അടുത്ത് പോകാൻ പറ്റും? അതുകൊണ്ട് ഹൂറികളുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ തിന്നാത്ത എന്നുള്ള നൃത്തമൊക്കെ കളിച്ച് പാടി പോകുന്നത് കുഞ്ഞുങ്ങൾ. ഇനി നിങ്ങൾക്ക് തള്ളാഹുവിന്റെ പള്ളിയിൽ അടി കാണണം. നിങ്ങൾക്ക് കാണണം അല്ലേ? തള്ളാഹുവിന്റെ പള്ളിയിൽ തമ്മിലടി കാണണം. തള്ളാഹുവിനെ വിളിച്ചതോടുകൂടി അവിടെ ഭ്രാന്തളകി. ഓൾറെഡി പറഞ്ഞു തള്ളാഹു സൈത്താനാണെന്ന്. അപ്പൊ തള്ളാഹുവിനെ വിളിച്ചാൽ സാത്താൻ ഇറങ്ങും, ഭ്രാന്തിറങ്ങും എന്നുള്ളത് കാണണമെങ്കിൽ ഇത് കണ്ടോ? തള്ളാഹു കുക്കുംബർ അവിടുത്തെ പുറത്തിരിക്കുന്നവന്റെ പ്രാന്തളകയല്ലേ? തള്ളാഹുവിനെ വിളിക്കുമ്പോ കണ്ട അവന്റെ ദേഹത്തുള്ള തള്ളാഹുവിനെ പറയും. തള്ളാഹു ഉണ്ടോ? തള്ള 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 തള്ളാണേ ഞങ്ങള് തള്ളാണേ. അമൻ ഇബ്രാഹിം ഒരു നീച സമൂഹത്തെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹിസ്ബുള്ളയും ഹമാസും എല്ലാം ഇപ്പോൾ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുന്നത്. മകനെ അമൻ ഇബ്രാഹിം കേട്ടോടാ, ഒരു നീച സമൂഹത്തെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല എന്ന് നീ പറയുന്നത് സത്യമാണ്. ദൈവം വെറുതെ വിടത്തില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവം യൂദ്ഹേ വൗഹേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവം ഒരു നീച സമൂഹത്തെയും വെറുതെ വിടത്തില്ല എന്ന് നീ പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കാലുവാരി നിലത്തടിച്ച് നസറുള്ള ചത്തുപോയി. ഹമാസിന്റെ തലവനായ ഇസ്മായിലിന്റെ കനനയായ അങ്ങ് സ്വർഗത്തിൽ ഹൂറിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. യാഹിയാ സിൻവാറിനെയും പറഞ്ഞു വിട്ടു. ഇപ്പോൾ മഹാലിത് മശാൽ ഒളിവിലാണ് മകനെ. നീച സമൂഹത്തെ മുഴുവനെയും തീർത്ത് കളയുന്നത് ദൈവമാണ്. അതറിയില്ലായിരുന്നോ ഉന്നാടേ നിനക്ക്? ഇനി ഇപ്പോഴെങ്കിലും മനസ്സിലായത് നന്നായി. അമൻ ഇബ്രാഹിമേ, മനസ്സിലായോ? അർഹിക്കുന്നത് തന്നെ വന്നു ചേരും. നോണ്ടാൻ പോയാൽ മാന്തിത്തരും. നോണ്ടാതെ നീ വീട്ടിലിരുന്ന് നിന്റെ പുട്ടടിച്ചാൽ തീരാവുന്നതേ ഉള്ളി പ്രശ്നങ്ങളെല്ലാം. പക്ഷെ തള്ളാഹുവിന് വേണ്ടിയിട്ടും മുഹമ്മദ് കാമഭ്രാന്തന് വേണ്ടിയിട്ടും തള്ളാഹുവിന്റെ പുസ്തകത്തിന് വേണ്ടിയിട്ടും കൂടെ പോയി നോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാന്തി പൊളിക്കുമെന്നുള്ളത് ഇപ്പോഴെങ്കിലും അറിഞ്ഞോ മകനെ? നീ മാനസാന്തരപ്പെട്ടത് നന്നായി. ഇപ്പൊ പിടികിട്ടിയോ? എന്തായാലും നീ തള്ളാഹുവിന്റെ പേര് പറയാതെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് നന്നായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കിട്ടിയത് മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഒരു നീച സമൂഹത്തെയും വെറുതെ വിടില്ലല്ലോ. വിടുവോ? ദൈവം വിടില്ല. അതിനുള്ളത് കിട്ടിക്കൊണ്ടേയിരിക്കും. മോനെ, ആ കോഴിക്കുഞ്ഞുങ്ങളുടെ തന്നിട്ടതാ മകേഷേ. ആ കോഴിക്കുഞ്ഞുങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇട്ടോ. കുഞ്ഞുങ്ങളുടേത് ഇപ്പൊ തരാം. നമ്മുടെ നസറുള്ള പോയി എന്താണ് ചെയ്യുന്നത് എന്ന് കാണണ്ടേ നിങ്ങൾക്ക്? നസറുള്ള എന്താണ് ചെയ്യുന്നതെന്ന് നസറുള്ളക്ക് ഇനി ആലോചിച്ചിട്ട് തീരുമാനിച്ചോ ഹൂറികളുടെ അടുത്ത് പോണോ വേണ്ടയോ എന്ന്. ഇപ്പൊ നസറുള്ളക്ക് കിട്ടിയ കിട്ടുവെച്ചിട്ട് ഒരു കാര്യം ബോധ്യമായി. ഓക്കെ, അപ്പൊ നസറുള്ളക്ക് കിട്ടിയ നോക്ക്. ഇതുണ്ട്, നടുക്ക് നിൽക്കുന്ന നസറുള്ള, അപ്പുറത്ത് നിൽക്കുന്ന എല്ലാം 72 ഹൂറികള്. കണ്ടോ? ഹൂറികൾ ഓടിച്ചു കണ്ടോ നസറുള്ളനെ? ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണണം അല്ലേ? ഒരു മിനിറ്റ്
ഇതുണ്ടോ നസറുള്ള ഒറ്റയ്ക്ക് 72 കൂറികൾ ചുറ്റും. നസറുള്ള എന്ത് ചെയ്യുന്നറിയാതെ അയ്യോ നസറുള്ള പെട്ടു. 72 കൂറികളും കൂടി നസറുള്ളതിനടുത്ത് പാടും. വലിയ ആവേശത്തിൽ പോയതാ നസറുള്ള. ഇവ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഉള്ളത് പൊട്ടിത്തെറിച്ചും പോയല്ലോ. ഇസ്രായേൽ ബോംബിട്ടാ കൊന്നത് നസറുള്ളേനെ. ഇസ്രായേൽ ബോംബിട്ട് കൊന്നതുകൊണ്ട് നസറുള്ളയുടെ ഉള്ള സാധനവും കൂടി പൊട്ടിത്തെറിച്ചു പോയി. പക്ഷെ ഊരുകൾ വെറുതെ വിടുവോ? കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നു കാത്തിരുന്നു കഥ മറഞ്ഞു. കൊടുങ്കാറ്റിൽ പാറിപ്പോയ ആനയോ? എടാ കൊടുങ്കാറ്റിൽ പാറിപ്പോയത് ആനയല്ലടാ, കൊടുങ്കാറ്റിൽ പാറിപ്പോയത് നമ്മുടെ നസറുള്ളയുടെ മുറിയണ്ടിയാ. ഇസ്രായേലിട്ട ബോംബിനകത്ത് കൊടുങ്കാറ്റിൽ പാറിപ്പോയത് ആനയല്ല, ഇസ്രായേലിട്ട ബോംബിനകത്തുണ്ടായ കൊടുങ്കാറ്റിൽ നമ്മ നസറുള്ളയുടെ മുറിയണ്ടി പാറിപ്പോയി മകനേ. ഓ അടുത്തത് അമൻ ഇബ്രാഹിം. തീർച്ചയായും അന്തിമ വിജയം സത്യത്തിന്റെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും മർദ്ദിത സമൂഹത്തിൻ്റെതുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അന്തിമ വിജയമല്ല, തുടക്ക വിജയം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന് എപ്പോഴും വിജയം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതറിയത്തില്ലേ മോനെ? അതറിയത്തില്ലേ? മനസ്സിലായോ? അതറിയത്തില്ലേ? അന്തിമ വിജയം മാത്രമല്ല, തുടക്ക വിജയവും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് മർദ്ദിത സമൂഹവും അടിച്ചമർത്തപ്പെട്ട സമൂഹമായ ഇസ്രായേലിന് എല്ലാ കാലത്തും എന്ത് ചെയ്യുന്നത്? വിജയം കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും നീ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കമന്റുകളെല്ലാം ഏകദേശം നീ പറയുന്ന എല്ലാം ഓക്കെയാണ് മകനെ, വിഷമിക്കണ്ട. നിനക്കൊരു മാനസാന്തരം കിട്ടിപ്പോയതുകൊണ്ട് നന്നായി. ഓക്കെ, കൊടുങ്കാറ്റിൽ പാറിപ്പോയ ആന പോലെ. എടാ എന്നോട് സംസാരിക്കാനായിട്ടേ സ്വന്തം പ്രൊഫൈൽ പോലും ഇടാൻ പേടിക്കുന്ന നീയൊക്കെ എന്തോന്ന് പറയാനാടാ എൻ്റെ പേജോട് കയറി വന്നത്? വിവരം കെട്ടവന്മാരെ. സ്റ്റാറ്റസ് ഇടും പോലെ നീ ചത്താൽ ആ വീഡിയോ ഞാൻ സ്റ്റാറ്റസ് ഇടും. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്. എൻ്റെ മരണത്തെ അത്രമാത്രം എന്താ പറയുന്ന വിഷമത്തോടെ കാണുന്ന ഒരു മമ്മൻ്റെ കുഞ്ഞുണ്ട്. ഇസ്രായേൽ ഇരിക്കുന്നിടത്തോളം കാലം എന്തായാലും ദൈവത്തിന്റെ കൃപയാൽ ദൈവം വിചാരിക്കും മനുഷ്യരെല്ലാവരും മരിക്കുമല്ലോ. ഹുണീരാജ് മക്കൾ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് പിന്നീട് പറയാം, സംസാരിക്കാം കേട്ടോ ഹുണീരാജേ. ഹുണീരാജ് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് കമൻ്റൊക്കെ ഇട്ട് തള്ളിമറിച്ചോ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ എന്തായാലും മുഹമ്മദ് കാമഭ്രാന്തനെയും കൂട്ടരുടെയൊക്കെ ഒരു കാര്യമേ കോമഡി പീസാകാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മങ്ങള്. ഇന്നത്തെ ദിവസത്തിന് എത്രത്തോളം സന്തോഷം ദൈവം പകർന്നു തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഹമാസിന്റെ എല്ലാ മാരും ചത്തൊടുങ്ങി. ഇനി ഹിസ്ബുള്ള ബാക്കി. ഹിസ്ബുള്ളയെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന്. ഇപ്പൊ ഇറാന്റെ നടുപൊടിഞ്ഞിരിക്കുവാ ഹിസ്ബുള്ള പോയതോട്. ഹൊമനിയെ കാണുന്നില്ല. ഹൊമനി ഇപ്പം പെണ്ണിന്റെ പർദ്ദയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുകയാണെന്നാണ് ഇസ്രായേലിന്റെ മൊസാദ് പറയുന്നത്. ഈ ബർദയിലിരിക്കുന്നവളുമാരെ പൊക്കിയെടുക്കാൻ ഭയങ്കര പാടാണല്ലോ. അതുകൊണ്ട് ഇറാന്റെ ഹൊമീനി ഇപ്പൊ ഇസ്രായേലിന് പെണ്ണുങ്ങളുടെ പർദ്ദയ്ക്കകത്ത് കയറി ഇരിക്കുക. ഇനി അവനെയും കൂടി ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഹൊമീനിയെയും കൂടി തീർത്തു കഴിഞ്ഞാൽ ഒന്ന് ആശ്വസിക്കാം, ഒന്നും മിണ്ടാതെ ഒന്ന് ആശ്വസിക്കാം. അപ്പോഴേക്കും ബാക്കിയുള്ള അറബ് രാജ്യങ്ങളെല്ലാം കുറച്ചു നേരം ഉണ്ടായിരിക്കും. പിന്നെ ഇളക്കപ്പരിപ്പം കേരളത്തിലെ കുറെ സുഡാപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകും. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോളൂ എന്നൊക്കെ പറയുന്നതിന്റെ വെർഷൻ നിങ്ങൾക്ക് കാണണോ? അതിന്റെ വീഡിയോ എനിക്ക് വീഡിയോ ആയിട്ടാണോ നീ അയച്ചേ? ജർമ്മനിയിൽ അരിയും മലറിന്റെയും
ഒന്ന് വീഡിയോ ആയിട്ട് എനിക്കൊന്ന് സെൻഡ് ചെയ്തേ. ആ ജർമ്മനിയിലെ അരിയും മലരും, കേരളത്തിലെ അരിയും മലരും ഒക്കെ നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. ഇനിയിപ്പോൾ ജർമ്മനിയിലെ അരിയും മലരും കൂടി ഒന്ന് സെൻഡ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. മോനെ, ആ ജർമ്മനിയിലെ അരിയും മലരും കൂടി ഒന്ന് സെൻഡ് ചെയ്തേ. നസറുള്ള ചത്തത് മൊസാദിന്റെ പേജിൽ നിന്ന് തന്നെ നിങ്ങൾ കാണും. മൊസാദ് ഇട്ട സ്റ്റാറ്റസാ. ഇനി അത് കണ്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട. കണ്ടോ, ഇസ്രായേലിന്റെ മൊസാദ് നസറുള്ള എലിമിനേറ്റഡ്. ആഹാ, കണ്ടോ, ഇന്നലെ ഇട്ടതാ. ഇസ്രായേൽ ഇട്ടിട്ട് എന്തുവാ 13 മണിക്കൂറായി. ഇവന്റെ ആദരാഞ്ജലികൾ ഇസ്രായേൽ ഇട്ടിട്ട്. ഉവൈസ് ഉവി പോടി നായിന്റെ മോളെ പുഴുത്ത് ചാവുമടി നീ. എടാ, നമ്മത് കാമപ്രാന്തൻ ജൂത സ്ത്രീ കൊടുത്ത വിഷത്തിനകത്ത് 2.5 വർഷം കിടന്ന് പുഴിച്ചു ചത്തത് നിനക്ക് മറന്നുപോയെടാ ഉവൈസേ. എടാ ഉവൈസേ ഉവി, എടാ ഇതൊക്കെ പറയുമ്പോ ആരോടാ പറയുന്നതെന്നൊക്കെ ആലോചിച്ചിരടാ. എടാ, മമ്മദ് കാമഭ്രാന്തൻ എന്ന് പറയുന്നവൻ പോലും തള്ളാഹുവിന്റെ കരുണ പോലും കിട്ടാതെ ചത്തൊടുങ്ങിയവനാ. നീ ആരോട് കരുണ ചോദിച്ചിട്ടാ എന്നെ പുഴുത്തു ചാകുന്നതിന് വേണ്ടി പ്രാകുന്ന? നിന്റെ കുരു കുറച്ച് പൊട്ടി ഒലിക്കുന്നുണ്ടായിരിക്കില്ലേ നസറുള്ളയുടെ മരണത്തില്? മക്കൾ മാറിയിരുന്നെങ്കിൽ കരാ. മമ്മദ് കാമഭ്രാന്തൻ ചത്തു തുലഞ്ഞപ്പം പുഴുത്തുനാറിയാ ചത്തത്. മനസ്സിലായോ? ആ നാറിയവൻ ചത്തപ്പം പുഴുത്തുനാറിയാ ചത്തത്. ഒരു ജൂത സ്ത്രീ കൊടുത്ത വിഷത്തില്. എടാ, നിന്റെ മതത്തിൽപ്പെട്ട നിങ്ങളുടെ ഏക നബി എന്ന് പറയുന്ന ഏക നബിയായിരിക്കുന്ന ആ മമ്മദ് കാമഭ്രാന്തന്റെ ജീവൻ എടുത്തത് പോലും ഒരു ജൂത സ്ത്രീയാണ്. കർത്താവ് കണ്ടോ, സാത്താന്റെ ജീവൻ എടുക്കാൻ ഇസ്രായേലിലുള്ള ഒരു ജൂത സ്ത്രീക്ക് ദൈവം അധികാരം കൊടുത്തു. അതാണ് സർവശക്തനായ ദൈവത്തിന്റെ അധികാരം. സാത്താന് വേണ്ടിയിട്ട് സാത്താന്റെ അനുയായിയായി, സാത്താന്റെ പ്രവാചകനായി, സാത്താന് വേണ്ടി ഭൂമിയിൽ ഇറങ്ങി നിന്ന അവതാരമാണ് മമ്മദ് കാമഭ്രാന്തൻ. മനസ്സിലായോ? ആ മമ്മദ് കാമഭ്രാന്തനെ കാലേവാരി നിലത്തടിക്കാനായിട്ട് ദൈവം ചെയ്തത് ഇസ്രായേലിലുള്ള ദൈവത്തിന്റെ മക്കളായ, അതും പുരുഷനെ കൊണ്ടല്ല, ഒരു ജൂത സ്ത്രീയെ കൊണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുത്തുനബിയെ തീർത്തു കളഞ്ഞു ദൈവം. അവന്റെ ശവം പുഴുനാറി ചത്താ പോയത്. അവസാനം മരിച്ചു കിടന്നിട്ട് പോലും അവൻ അടക്കം കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? ഒന്ന് ആലോചിച്ച്, നിങ്ങൾ അടക്കം കൊടുത്തോ? നിങ്ങൾ അടക്കം കൊടുത്തില്ല. നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ആയിഷയുടെ അബൂബക്കറും അലിയും കൂടി തമ്മിലടിയായി. ആർക്കടുത്ത ഖിലാഫത്ത് ഉണ്ടാക്കണം, ആരാണ് അടുത്ത നേതാവ്? മമ്മദ് ചത്തുപോയി, അവൻ പോട്ട്, അവന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് മൂലയിലിട്ടിരുന്നു 3 ദിവസം. അവന്മാർ വിചാരിച്ച 3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മമ്മദ് വില ഉയർത്തെഴുന്നേറ്റ് വല്ലൊന്നുമില്ല. കാരണം ക്രിസ്ത്യാനികളുടെ യേശുവ ഉയർത്തെഴുന്നേറ്റല്ലോ 3 ദിവസം കഴിഞ്ഞപ്പം. അത് കണക്ക് ചിലപ്പം ഉയർത്തെഴുന്നേറ്റ് വല്ല വന്നാലോ എന്ന് വിചാരിച്ചപ്പോഴും അവിടെ കിടന്ന് പുഴുനാറിച്ചത്തത്. പുഴുനാറിക്കിടക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും ആയിഷയുടെ കട്ടലിനടിയിൽ തന്നെ കുഴിയെടുത്തിട്ട് അടക്കി വെച്ച കാര്യമൊക്കെ മറന്നു പോയോടാ. ഷമീം ഷാജി വെറും തരം താഴ്ന്ന വർത്തമാനം. അത് നിന്റെ തൂറാന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നോണ്ടല്ലേ അങ്ങനെ നിനക്ക് തോന്നിയേ? നിനക്കെങ്കിലും തോന്നിയല്ലോ അത്. ഷമീം ഷാജിന്ന് തരം താഴ്ന്നയാണെന്ന് പറഞ്ഞിട്ട് തൂറാന്റെ പുസ്തകത്തിലെ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തരം താഴാതെ എങ്ങനെ പോകൂടാ? ഷമീം ഷാജി, നാണം കെട്ടവനെ, ഉളുപ്പ് കെട്ടവനെ. ഇപ്പോഴും അവന്റെയൊക്കെ മതത്തിനകത്ത് നിനക്ക് കുത്തിപ്പിടിച്ച് കിടക്കാൻ, ഈ കൊതമതത്തിനകത്ത് കിടക്കാൻ നിനക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിന്നെപ്പോലെ അറുപ്പ് കെട്ടപ്പൻ വേറെ ഇല്ലെന്നാവള്. നല്ല തന്തയ്ക്ക് പറഞ്ഞവന്മാരാണെങ്കിൽ, ഒറ്റത്തള്ളയ്ക്ക് തന്തയ്ക്കും പറഞ്ഞതാണെങ്കിൽ, കള്ളവെടിക്ക് തള്ള ഉണ്ടാക്കിയിടാത്തവന്മാരാണെങ്കിൽ ഇമാതിരിയുള്ള വൃത്തികെട്ട മതത്തിന്റെ ആഭാസത്തരത്തിൽ നിന്നും ഓടി ഒളിക്കും നീയൊക്കെ. പക്ഷെ നീയൊക്കെ ഈ വൃത്തികെട്ട ആഭാസ കൊതമതത്തിനകത്ത് തൂങ്ങിപ്പിടിച്ച് അതിനെയും വെളുപ്പിച്ചുകൊണ്ട് നീയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നേരാവണം തള്ളയ്ക്കും തന്തയ്ക്കും ജനിക്കാത്തത് കൊണ്ടാടാ ഷമീം ഷാജി. ഇനിയെങ്കിലും മനസ്സിലാക്ക്. മനസ്സിലായോ? ഇനിയെങ്കിലും സിബി നിനക്ക് റിപ്ലൈ അങ്ങ് തരുന്നില്ല. പോടെ ഊളയ്ക്കുണ്ടായവനെ ചെല്ല്. സിബി റിപ്ലൈ തരണേ പോലും. നിനക്ക് സമയം കളഞ്ഞ് റിപ്ലൈ തരണോണ്ടിരിക്കാൻ എനിക്ക് പട്ട.
കണ്ട വഴിക്കോട്. നീ ഇടുന്ന കൂടെ വർത്തമാനത്തിന് എനിക്ക് എപ്പോഴും തരാനുള്ള താല്പര്യം എനിക്കില്ലല്ലോ. ഓട്. ഓ, റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഒരു കമന്റ് ഇട്ടങ്ങ് തള്ളി മറിക്കുക. അങ്ങനെ ഇപ്പൊ റിപ്ലൈ കിട്ടുന്നില്ല, തരത്തില്ല. ഓട്. ഒരു മിനിറ്റ്, ഞാൻ വേറൊരു വീഡിയോ സെൻഡ് ചെയ്യാനുണ്ട്. ഒരു ഉളുപ്പില്ലാതെ ഇപ്പോഴും വന്നിട്ടേ ഉസ്താദുമാർ തന്നെ ആ മതത്തെ ആക്കി വിടുക, ഇത്രയ്ക്ക് വൃത്തികെട്ട മതമാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ വന്നിരുന്നിട്ട് ഇതാ നിങ്ങൾ ഇത് നോക്ക്. ജർമ്മനിയിലാ സംഭവം. നോക്കിയ ഒരെണ്ണത്തെ കണ്ടോ? കണ്ടങ്കാവരി കണ്ടോ? പലസ്തീന്റെ കൊടിയും പിടിച്ചോടുന്നുണ്ടോ? ഒരു മിനിറ്റ്. തോമസ് വി എസ്, എന്താടാ നിന്റെ അമ്മയ്ക്ക് കൊതം കൊടുത്ത് വട്ടായോ? തോമസ് വി എസ്, നിന്റെ അമ്മയ്ക്ക് മലപ്പുറത്ത് കൊതം കൊടുത്ത് വട്ടായോ? അവിടെ കൊതം കീറിപ്പോയതുകൊണ്ടാണോ വട്ടായത്? എന്നാ ഒരു കാര്യം ചെയ്യ്, കൂടുതൽ നേരം ഇവിടെ കറങ്ങി നടക്കാതെ വേഗം ചെന്ന് വട്ടായെങ്കിൽ അവളെ കൊണ്ട് ഊളംപാറയിലോ കുതിരവെട്ടത്തെ കൊണ്ട് ചേർക്കാൻ നോക്ക്. അല്ലെങ്കിൽ കൂടുതൽ നേരം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം കൊതം പൊട്ടി ചത്തു പോകും നിന്റെ അമ്മ. ഓട് കണ്ടം വഴിക്ക്. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ ഉണ്ടോ? ഈ വീഡിയോ ജർമ്മനിയിലെ അരിയും മലരും വാങ്ങിക്ക് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞതിന്റെ കുട്ടി വെർഷനാ. കേരളത്തിൽ ഒരിക്കൽ ഇതുപോലെ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയത് ഓർക്കുന്നുണ്ടോ? ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെ നീയൊക്കെ അരിയും മലരും ഒക്കെ വാങ്ങിച്ചിടാൻ നിന്നെയൊക്കെ വെട്ടിത്തീർക്കാനും നിന്നെയൊക്കെ കൊന്നു തീർക്കാനുള്ള കാലന്മാർ ഞങ്ങൾ ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്തസ്സായിട്ട് ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന് പറയുന്ന ഇന്ത്യയുടെ സർക്കാർ നരേന്ദ്രമോദിയുടെ എന്നെ വന്ന് ഈ അരിയും മലരും കുന്തിരിക്കയും എല്ലാം പൊക്കിയെടുത്തോണ്ട് പോയത് കൊണ്ട് ഇന്ന് ക്രിസ്ത്യാനിയും ഹിന്ദുവും പുകയ്ക്കാതെയും നല്ല സുഖമായിട്ട് അരിയും മലരും കാച്ചു വെക്കാതെ ഒക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിന്റെ വേറൊരു വർഷം ജർമ്മനിയിൽ കിടന്ന് വിളിച്ചു കൂവിയതായത്. അവിടെയുള്ളവരോടും ഇതുപോലെ നീയൊക്കെ കാത്തിരുന്നോ, നീയൊക്കെ സൂക്ഷിച്ചോ, നിന്റെയൊക്കെ കാലന്മാരാണ് ഞങ്ങളെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസ് ടോട്ടിച്ചിട്ട് പിടിക്കുക അതിനെ. മനസ്സിലായോ? ഇതാണ് ലോകത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇനിയും സംഭവിക്കും. കാരണം ഇനി ഇവന്മാർ അടിയുണ്ട് ഇസ്രായേൽ അടിച്ചു ഒതുക്കി ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ചിന്തിക്കരുത് എല്ലാം നേരെയായി, ഇവന്മാർ നേരെ ആയിക്കോളും എന്ന് പറഞ്ഞില്ല. തൂറാൻ എന്ന് പറയുന്ന പുസ്തകം ഇരിക്കുന്നിടത്തോളം കാലം ഇവന്മാരുടെ തീവ്രവാദം വളർന്നു വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? തൂറാൻ എന്ന് പറയുന്ന പുസ്തകം ഇരിക്കുന്നിടത്തോളം കാലം ഇവന്മാർ നാൾക്ക് നാൾ വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ ഇവന്മാർ മുരടിച്ചു പോകുകയോ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ജനത ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികളെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദികളെയും തീർത്തത് കൊണ്ടൊന്നും ഇസ്ലാം മതത്തിന്റെ തീവ്രവാദം തീർന്നു പോണില്ല. ഇസ്ലാം മതത്തിന്റെ തീവ്രവാദം ഒളിഞ്ഞിരിക്കുന്നത് തൂറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ്. ആ തൂറാൻ എന്ന് പറയുന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയും അത് പഠിക്കുകയും അത് മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജനം ഉള്ളിടത്തോളം കാലം ഓരോ ഭാഗത്തു നിന്നും തീവ്രവാദികളായി ഇവന്മാർ എഴുന്നേറ്റ് വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഹിസ്ബുള്ള തീവ്രവാദികളുടെ പേരിൽ മാത്രം ISS, ബോക്കോ ഹറാം, അതുപോലെ തന്നെ അൽ ഖ്വയ്ദ, പിന്നെ ഇത് ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്ന പല വെർഷൻ പറയാൻ പോയ 100 വെർഷൻസ് ഉണ്ട് ഇവന്മാരുടെ തീവ്രവാദ സംഘടനകൾക്ക്. മനസ്സിലായോ? അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പൊരുതി നിൽക്കണം. അതായത് പ്രതിരോധം പഠിച്ചിരിക്കണം. അല്ലാതെ കരഞ്ഞും നിലവിളിച്ചും ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിന്റെ വലത് കരണത്തടിക്കുന്നവനെ ഇടത് കരണം കൂടി കാണിച്ചു കടിക്കണം എന്നുള്ള രീതിയിൽ
ഇങ്ങോട്ടും ഇങ്ങോട്ടും കർണം കാണിച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെ കർണം അടിച്ച് പൊളിച്ചു വെച്ചിട്ട് അവൻ പോകൂടാ ഊളകളെ. ഇനിയെങ്കിലും മനസ്സിലാക്കടാ വിവരം കെട്ടവന്മാരെ. അവനവന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താനെങ്കിലും അവനവന്റെ ഭാര്യയെയും അമ്മയെയും മകളെയും പ്രൊട്ടക്ട് ചെയ്യാനെങ്കിലും പഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന തീവ്രവാദി ചെയ്യുന്നത് ഒരുത്തന്റെ കഴുത്തറുത്ത് മാറ്റിയോ അവനെ കെട്ടിയിടുകയോ ചെയ്തിട്ട് അവന്റെ ഭാര്യയും മോളെയും ഇട്ട് ഭോഗിക്കുകയാണ് ഫസ്റ്റ്. കാരണം ഭോഗമതമാണിത്. സ്വർഗത്തിലെ 72 ഹൂറിയാണ്, 1ഉം 2ഉം ഒന്നും അല്ല. നേരത്തെ കണ്ടില്ലേ കോഴിക്കുഞ്ഞുങ്ങൾ നസറുള്ള പോയി സ്റ്റക്കായി നിന്ന് പോയത്. വലിയ ആഘോഷത്തോടു കൂടി 72 മേയ്ക്കാമെന്നൊക്കെ നീയൊക്കെ പോകും. അവിടെ ചെല്ലുമ്പോഴാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. എൻ്റെ ബാല്യം പകച്ചു പോയി എൻ്റെ ബാല്യം എന്ന് പറഞ്ഞതുപോലെ. മനസ്സിലായോ? അതുകൊണ്ട് ആവേശമൊക്കെ നല്ലതിനാണ്, പക്ഷെ അത് അധികമായാൽ നല്ലതിനല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഇവന്മാർക്കിട്ട് കാലേ വാരി നിലത്തടിച്ച് കൊടുത്തത് കൊണ്ട് അല്പമെങ്കിലും ആശ്വാസമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ മുറിവ് പുറത്തു പോയൊരു മൃഗം എഴുന്നേറ്റ് വരുന്ന നാളുണ്ട്. മുറിവ് പുറത്തു പോയ മൃഗം എഴുന്നേറ്റ് വരുന്ന നാളുണ്ട് പ്രിയ സഹോദരങ്ങളെ. അവനെ ആ സമയത്തും നേരിടാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടതുള്ളത്. അതായത് അവൻ വെട്ടേറ്റതിന് ശേഷം അവൻ മുറിവ് പുറത്തു വരും. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യം. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. കേട്ടോ, മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ അടികൊണ്ടവനെയൊക്കെ നമസ്കരിപ്പിക്കുവാൻ തക്കവണ്ണം ഷേർലി ബിജു, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ശക്തന്മാരായി കഴിഞ്ഞു. നമ്മൾക്ക് പൂർണ്ണമായും ശക്തിയോടും ബലത്തോടുകൂടിയും ഈ ശരീരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആകുലതകളും കാഴ്ചപ്പാടുകളും മാറ്റിവെക്കുക. മനുഷ്യന് ഭൂമിയിൽ ഒരു പ്രാവശ്യമേ ജീവിതമുള്ളൂ. ധീരന് ഒരു പ്രാവശ്യമേ മരണം. ഭീരുവിന് പലകുറി മരണമാണ്. ഭീരുവിന് ഉവൈസുവി പൂരി മോൾക്ക് ഭ്രാന്താണ്. പുണ്ടച്ചി തായ്പോളി എന്തുവാടാ ഉമ്മയുടെ പേരാണോ? ഉവൈസുവിയുടെ ഉമ്മയുടെ പേരുകൾ കേട്ടില്ലേ? എന്തൊക്കെ പേരാണ് അതിന്റെ ഉമ്മയ്ക്ക്? പൂരി മോള്, പുണ്ടച്ചി, പിന്നെന്തുവാ തായ്പൊളി. ആ തായ്പൊളി എന്ന് അവന്റെ തായ്പൊളിയാണെന്ന് തമിഴ് ഭാഷയ്ക്കിടയ്ക്ക് കയറി വരും കേട്ടോ. തമിഴിൽ തായ്പൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ മാസാണെന്ന്, അവന്റെ ഉമ്മ മാസാണെന്ന്. എന്ത് കാര്യത്തിനകത്ത്? കൊതം കൊടുക്കുന്ന കാര്യത്തിനകത്ത്. ഉവി നിന്റെ അമ്മ കൊതം കൊടുക്കുന്ന കാര്യത്തിനകത്താണോ മാസ്? പൂറി മോളാണെന്ന് ഉമ്മ, അവസാനം പിന്നെ പുണ്ടച്ചി മോളെന്നും പറഞ്ഞു. പിന്നെ എന്തോ അവൻ പറയുന്നേ? തായ് പൊളിയാണെന്ന്, അവന്റെ തായ് പൊളി തമിഴിലും കൂടി കാച്ചി വെച്ചു. നിന്റെ ഉമ്മ കൊതം കൊടുക്കുന്ന കാര്യത്തിനകത്ത് പൊളിയായതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടാ ഊളക്കുണ്ടായവനെ? ഇത്രയും നല്ല പേരുകൾ വെർഷനൊക്കെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ പൊളിയാണ്, തായ്പൊളി കേട്ടോ, തായ്പൊളിന്ന്. തായ്ക്കിളവി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ തള്ളമാർ പിന്നെ എന്തുവാ കളിയാക്കി പറയുന്ന വിളിയാണ് തായ്ക്കിളവി എന്ന് പറയുന്നത്. ഈ തായ്പൊളിയാണെന്ന് പറയുന്നത് മാസാണെന്നൊക്കെ പറയുന്ന മോനെ ആദ്യമായിട്ട് കാണുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ചെല്ലു ഉബൈസുവി, നിന്റെ അമ്മ പൊളിയാണെങ്കിൽ ആ ഉമ്മ കൊതം കൊടുത്ത് പൊളിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും നിനക്ക് പൊളിയായത്. അതുകൊണ്ട് തള്ളക്കി കൊണ്ടുപോയിട്ട് ആ പൊളിയൊക്കെ കൊടുത്താൽ മതി. ഓട് കേട്ടാ, കണ്ടം വഴിക്ക്. ചേറ്റേ, അവന്റെ കരച്ചിൽ തീർക്കാൻ അവൻ ഇറങ്ങി വന്നിരിക്കുന്ന സ്ഥലം കൊള്ളാം. എടാ നിനക്ക് ഒരുപാട് സമയം ഇപ്പൊ കരയാൻ തന്നെയുണ്ട്. നസറുള്ള ചത്ത് അവിടെ കൂറിയെടുത്ത് പോയിരിക്കുക. നീ കരയണ്ട, നീ പാട്ടിട്ട് ഡാൻസ് കളിച്ചാൽ മതി. കാരണം കൂറിയെടുത്താണല്ലോ പോയിരിക്കുന്നത്. ഇവന്മാർ കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നത്. എനിക്കിനി ഇപ്പൊ മീഡിയ വണ്ടിയിൽ പോയിരുന്നു ഉമ്മയുടെ കരച്ചിലൊന്ന് കാണണം. മീഡിയ വണ്ടി, അയ്യോ അനു ചോദിച്ച് താമസിച്ചു പോയോ? എന്നാ തുടക്കത്തിലേ കാണേണ്ടതായിരുന്നു ഇത്. മനസ്സിലായോ? മീഡിയ വണ്ടിന്റെ കരച്ചിൽ ഇനി നമുക്ക് കുറച്ച് നേരം ഇരുന്ന് കാണണം.
അങ്ങനെ കണ്ടതിന് ശേഷം ഇവന്മാരുടെയൊക്കെ കൂട്ടക്കരച്ചില് കേരളത്തിലെ ഹമാസ് പൊളി, ഹമാസ് മാസ എന്നൊക്കെ പറഞ്ഞു കിടന്നവന്മാരുടെയൊക്കെ കൂട്ടക്കരച്ചിൽ ഇനി കണ്ട് രസിക്കാം. അതുകൊണ്ട് കൂട്ടക്കരച്ചിലൊക്കെ നിന്റെ കയ്യിലങ്ങ് വെച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അതിൻ്റെയൊക്കെ കൂട്ടക്കരച്ചില്. അപ്പൊ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തായാലും ഇന്നേ ദിനം ദൈവനിർമ്മീതം സന്തോഷിക്കാം നമുക്കാനന്ദിക്കാം. ഇന്നേ ദിനം ദൈവനിർമ്മീതം സന്തോഷിക്കാം നമുക്കാനന്ദിക്കാം. This is the day that the Lord has made. ഇന്നേ ദിനം ദൈവനിർമ്മിതം സന്തോഷിക്കാം നമുക്ക് ആനന്ദിക്കാം. This is the day that the Lord has made. ദൈവം ഉണ്ടാക്കിയ ദിവസമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ടാണ് നസറുള്ള എന്ന് പറയുന്ന ആ സാത്താൻ ഭൂമിയിൽ നിന്നും വേരോടെ പറിച്ചു മാറ്റപ്പെട്ടത്. ഒരു സമൂഹത്തെ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ തുടച്ചു നീക്കുവാൻ വേണ്ടി തന്ത്രപരമായിട്ട് എഴുന്നേറ്റു വന്ന സാത്താന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ഇസ്രായേലിന് കൊടുത്ത ബലവും കരുത്തും വെച്ചുകൊണ്ട് എന്റെ മക്കളെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് സമമാണ്. ദൈവത്തിന്റെ മക്കളെ തൊടുന്നവൻ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് സമമാണ്. അതുകൊണ്ടാണ് ദൈവം അത് കണ്ടുവെച്ചത്. ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊട്ടാ ദൈവം വെറുതെ വിടുവോ? അതുകൊണ്ടാണ് ഊറിയിടത്തൊക്കെ പോയി കിടക്കേണ്ട ഗതികേട് വന്നത്. ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നവനെ ദൈവം വെറുതെ വിടത്തില്ല. അതുകൊണ്ട് കാലേവാരി നിലത്തടിച്ചിട്ട് ഹമാസിനെയും കൂട്ടറിനെയും ബാഷാൻ, ഇത് നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ദിവസമാ പ്രിയ സഹോദരങ്ങളെ. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ മടക്കി കൊണ്ടുവന്ന ദൈവം ഫറവോനെയും കൂട്ടരെയും വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്യുകയാണ്. മിരിയാം തപ്പെടുത്ത് ആനന്ദം കൊള്ളുകയാണ്. മിസ്രൈമേയും കൂട്ടരെയും എവിടെയാ? വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നു കളഞ്ഞു കർത്താവ്. അവരെ കൊണ്ടുപോയിട്ട് കേക്കോ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. മോശയും ഇസ്രായേൽ മക്കളും അന്ന് ദൈവത്തിന് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ ദൈവത്തിന് പാട്ടുപാടും, അവിടുന്ന് മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരിക്കുന്നവനെയും അവിടുന്ന് കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എന്റെ ബലവും എന്റെ ഗീതവും ദൈവമത്രേ, അവിടുന്ന് എനിക്ക് രക്ഷയായി തീർന്നു. അവിടുന്ന് എന്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്ന് എന്റെ പിതാവിൻ ദൈവം, ഞാൻ അവിടുത്തെ പുകഴ്ത്തും. ദൈവം യുദ്ധവീരൻ, യൂഥേ വൗഹേ എന്നാകുന്നു അവിടുത്തെ നാമം. ദൈവം യുദ്ധവീരൻ, യൂഥേ വൗഹേ എന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിൽ തള്ളിയിട്ടു. അവന്റെ രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. കണ്ടോ, രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യൂഥേ വൗഹേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവം നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. ദൈവമേ, അവിടുന്ന് വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. ദൈവത്തിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. നീ എതിരാളികളെ മഹാപ്രഭത്താൽ സംഗ്രഹിക്കുന്നു. അവിടുത്തെ ക്രോധത്തെ അയക്കുന്നു. അത് അവരെ താളടി പോലെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ശത്രു എന്താ പറഞ്ഞത്? ഞാൻ പുറകെ ഓടും, ഞാൻ അവരെ പിടിക്കും, ഞാൻ അവരുടെ കൊള്ളയെടുക്കും, എന്നിട്ട് എന്റെ വാളുകൊണ്ട് ഞാൻ അവനെ തീർത്തു കളയും എന്ന് ശത്രു പറഞ്ഞു. നിന്റെ കാറ്റിന് നീ ഊതിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യൂഥേ വൗഹേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവമേ, ദേവന്മാരിൽ അവിടുത്തേക്ക് തുല്യനായി ആരുള്ളൂ? കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേക്ക് തുല്യനായ, യേശുവായി പോലാരുമില്ല, യേശുവായി പോലാരുമില്ല,
യേശുവായി പോലാരുമില്ല, എന്നേശുവായി പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്ക് തുല്യനായ. അവിടുന്ന് വീണ്ടെടുത്ത ജനം ദയയാൽ നടത്തി, അവിടുത്തെ വിശുദ്ധ നിവാസത്തിലേക്ക് അവിടുത്തെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ജാതികൾ കേട്ടു നടുങ്ങുന്നു. ഫെലിസ്തീൻ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ജാതികൾ കേട്ടു നടുങ്ങുന്നു. ഫെലിസ്തീൻ നിവാസികൾക്ക് വീടി പിടിച്ചിരിക്കുന്നു. പലസ്തീനികൾക്ക് വീടി പിടിച്ചിരിക്കുന്നു. ഇത് എഴുതി വെച്ചിരിക്കുന്നത് എത്രായിരം വർഷങ്ങൾക്ക് മുൻപാണെന്ന് കണ്ടോണേ വിവരം കെട്ടവന്മാരെ. ഏദോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു. മോവാബ്യ മുമ്പാറെ കമ്പം പിടിച്ചു. കനാനി നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. അവിടുത്തെ ഭുജമഹത്വത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ ദൈവം തന്റെ ജനം, അങ്ങനെ യൂഥേ വൗഖേ എന്ന് പറയുന്ന ദൈവവും തന്റെ ജനവും കടന്നു. അവിടുന്ന് സമ്പാദിച്ച ജനം കടന്നുപോയി. അവിടുന്ന് അവരെ കൊണ്ടുചെന്നു തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത്. യൂഥേ വൗഖേ എന്ന് പറയുന്ന ദൈവമേ, അവിടുത്തെ അവകാശ പർവ്വതത്തിൽ അവിടുന്ന് അവരെ നട്ടു. കർത്താവെ, തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ യൂഥേ വൗഖേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവം എന്നും എന്നേക്കും രാജാവായി വാഴും. എന്നാൽ ഫറവോന്റെ കുതിര, അവന്റെ രഥം കുതിരപ്പടയുമായി കടലിന്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യൂഥേ വൗഹേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവം കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി. ഇസ്രായേൽ മക്കളോ കടലിന്റെ നടുവിൽ നിന്നും ഉണങ്ങിയ നിലത്തുകൂടെ നടന്നു പോന്നു. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളിൽ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതികാരമായി ചൊല്ലിയത്, ദൈവത്തിനും പാട്ടുപാടുവിൻ, അവിടുന്ന് മഹോന്നതൻ കുതിരകളെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. കണ്ടോ, കുതിരയും അതിലിരുന്നവനെയും കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഇന്ന് ഹമാസ് തീവ്രവാദികളെ കൂട്ടത്തോടുകൂടി ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം ഇസ്രായേൽ മക്കളോടുകൂടെ കൂടെ ഇരുന്നിട്ട് അവർക്ക് എന്ത് ചെയ്തു? കൂട്ടത്തോടുകൂടി തീർത്തു കളഞ്ഞിട്ടുണ്ട്. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദിയെയും കൂട്ടരെയും ആകാശം തീ വിഴുങ്ങി തിന്നു കളഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇറാന്റെ തിരിച്ചടി ഇന്ന് രാത്രി 10:59. ഇന്ന് രാത്രി 10:59 അവിടുന്ന് മിസൈൽ വന്ന് ഇവിടെ പതുക്കെ എത്തുന്ന സമയത്തേക്കും ഇസ്രായേൽ ഉറങ്ങി എണ്ണീറ്റിട്ട് കമ്പിത്തിരി പൊട്ടിക്കാനായിരിക്കും. ഇറാന്റെ മിസൈല് അവിടുന്ന് പതുക്കെ ഇറാന്റെ മിസൈല് കൂടി അവിടുന്ന് പതുക്കെ ഇങ്ങോട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഇസ്രായേൽ അങ്ങ് ഉറങ്ങി എണ്ണീറ്റ് കോട്ടുവായൊക്കെ ഇട്ടിട്ട് എന്താടാ വന്നോ? അത് എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നു, എത്താറായി. എന്നാ പൊട്ടിച്ചോ? ആ തിരിപ്പുത്തിരി കമ്പിത്തിരി മത്താപ്പൂ എന്ന് പറഞ്ഞ് പൊട്ടിച്ച് ചിരിക്കാനല്ലേ ഇസ്രായേലിന്റെ മെസ്സേജ്. പറഞ്ഞ ഹിസ്ബുള്ള നസറുള്ള ചത്തതിന് അവരെങ്കിലും കമ്പിത്തിരി വിടണ്ടേ? വിഷു ആഘോഷിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാ. നസറുള്ളയ്ക്ക് വേണ്ടിയിട്ട് ലോകത്ത് മുഴുവനും കമ്പിത്തിരി പൊട്ടിച്ച് ആഘോഷമാക്കാൻ ഇറാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. നടക്കട്ടെ, കാര്യങ്ങൾ എന്തായാലും നടക്കട്ടെ. ഇത് ദൈവത്തിന്റെ യുദ്ധമാണ്. ഇത് ദൈവജനത്തിന്റെ യുദ്ധമാണ്. ഇത് സാത്താനോടുള്ള പടവെട്ടലാണ്. ഇത് സാത്താനും അവന്റെ സന്തതിയോടും ദൈവവും ദൈവജനവും ചേർന്ന് നടത്തുന്ന യുദ്ധമാണ്. എത്ര പേര് ദൈവവും ദൈവജനത്തിനോടും ഒപ്പവും സാത്താനും സാത്താന്റെ കൂട്ടരോടും നിങ്ങൾ നിൽക്കുന്നു എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. അത് ഹിന്ദു എന്ന പേരിലും ഇസ്ലാം എന്ന പേരിലും ക്രിസ്ത്യാനി എന്ന പേരിലും നിൽക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ദൈവജനവും ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും യുദ്ധത്തിന്റെ പക്കലാണോ? ദൈവം ചോദിച്ച കണക്ക് നിങ്ങൾ ആരുടെ പക്ഷക്കാര് എന്ന് ചോദിച്ചതുപോലെ നിങ്ങൾ ആരുടെ പക്ഷക്കാരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സാത്താനും അവന്റെ സൈന്യത്തിനും തോറ്റ് തുന്നം പാടി കണ്ടം വഴിക്ക് എത്ര തന്നെ ഇസ്രായേലും, എത്ര തന്നെ ഈ ഹമാസ് തീവ്രവാദികളും, എത്ര തന്നെ ഈ ഇസ്ലാം സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഞാൻ വെല്ലുവിളിക്കുക, നീയൊക്കെ ഒറ്റക്കെട്ടായിട്ട് കടൽക്കരയിലെ മണൽത്തരിയുടെ അസംഖ്യം ജനമായും ആകാശത്തിലെ എണ്ണിത്തീരാത്ത നക്ഷത്രങ്ങൾ പോലെ അസംഖ്യം ജനമായും നീ ഇസ്രായേലിന്റെ നേരെ ഇരച്ചു കയറിയാലും
കർത്താവ് തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിക്കളയും. അത് മനസ്സിലാക്കിക്കൊണ്ട് നീയൊക്കെ മുന്നോട്ട് പോയാൽ നിനക്കൊക്കെ കൊള്ളാം. മനസ്സിലായോ? ഞാൻ വെല്ലുവിളിക്കുക, ഇസ്രായേലിനെ തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ സകല ശക്തികളും കൂടിക്കോ. നിങ്ങൾ ഒറ്റയ്ക്കാ ഉള്ളൂ ഇസ്രായേൽ. ഇന്ന് ഇസ്രായേൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അന്നും ഇന്നും ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്നിട്ടേ ഉള്ളൂ. കർത്താവ് ആരെയും കൂട്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അമേരിക്ക ആയുധം കൊടുക്കുന്നു, അമേരിക്ക സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കണം, അമേരിക്കയുടെ കച്ചത്തിരിക്കുന്ന സാധനം തൂക്കി ഇങ്ങോട്ട് ഇസ്രായേലിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ അമേരിക്ക എന്ന് പറയുന്ന രാജ്യവുമായി ഇസ്രായേൽ നടത്തിയിരിക്കുന്ന കരാർ അങ്ങനെയാണ്. ഇസ്രായേലാണ് അമേരിക്കയിൽ ആയുധം ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടെ വെറും ഒരു കമ്പനി മാത്രമാണ്. അവിടെ പണം ഇറക്കുന്നത് അമേരിക്കയായിരിക്കാം, പക്ഷെ ആയുധത്തിന്റെ ടെക്നോളജിയും ആയുധവും ഉണ്ടാക്കി കൊടുക്കുന്നത് ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇത്ര പെർസെന്റേജ് ആയുധം അമേരിക്ക കൊടുത്തേ പറ്റത്തുള്ളൂ. അത് കരാറിലുള്ളതാണ്. അങ്ങനെ അമേരിക്ക ആയുധം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേല് പിന്നെ ആയുധം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കില്ല എന്നുള്ളത് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് അമേരിക്ക ആയുധം ഇങ്ങോട്ട് കൊടുക്കുന്നത്. അല്ലാതെ അമേരിക്കയുടെ അശത്തിരിക്കുന്ന അമേരിക്കയുടെ ആയുധം പൊക്കി ഇസ്രായേലിന് കൊടുക്കുകയല്ല. അതുകൊണ്ട് നസറുള്ളയുടെ കാറ്റ് തീർത്തിട്ട് ദൈവം എന്തായാലും ഇന്ന് ആഘോഷരാവല്ലേ, ഇന്ന് സന്തോഷ നാളല്ലേ. വാൾ സ്ട്രീറ്റ് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് ജൂതന്മാർ. വാൾ സ്ട്രീറ്റ് അല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും നിയന്ത്രണം ഈ യഹൂദന്മാരുടെ തന്നെയാണ്. എന്തിന്? ഇവന്മാരുടെ സൗദി അറേബ്യ പോലും ഇസ്രായേലിന്റെ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ പ്രൊട്ടക്ഷൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് വെറും കക്കൂസായി മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആ മക്ക എന്ന് പറയുന്ന അവരുടെ ആരാധന കേന്ദ്രം, യോനിക്കല്ലിരിക്കുന്ന അവിടുത്തെ മക്ക. മിഥുനേഷ് CP മീഡിയ വണ്ണിന്റെ കൂട്ടക്കരച്ചിൽ തുടങ്ങാൻ സമയമായി. എത്ര മണിക്കാ? അതും കൂടി കണ്ടു കഴിഞ്ഞത്തേക്ക് ആശ്വാസമുണ്ട്. ഇസ്മായിൽ കനയ്യ ചത്താൽ പോലും അവർ ഇത്രയും കരഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഈ നസറുള്ള എന്ന് പറയുന്ന ഒറ്റ തലവനാണ് അവരുടെ തലവൻ. ബാക്കിയുള്ളതെല്ലാം പൊടിക്കേസുകളായിരുന്നു. അതിനെല്ലാം കൂട്ടത്തോടെ തീർത്തു. നസറുള്ളയും തീർന്നു. ഇന്ന് ലെബനോൻ നിവാസികൾക്ക് ആഘോഷരാവുകളാണ്. അതാ രസം. ലെബനോൻ നിവാസികൾ ഇന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ദിവസമാണ്. എന്തായാലും ഇസ്രായേൽ പൊളി, ഇസ്രായേൽ മാസ്. ഇസ്രായേലിനോട് മുട്ടാൻ ഒരുത്തർക്കും ആവില്ല. ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇനിയെങ്കിലും ദൈവം ആരുടെ ഒപ്പം എന്ന് തിരിച്ചറിയും. ദൈവം തന്നെ. എന്നിട്ടും ഇരുന്ന് പറയാം അന്തിമ വിജയം തള്ളാകുന്നു. എന്റെ ആദ്യത്തെ വിജയത്തിനൊക്കെ തോറ്റ് കണ്ടം വഴി ഓടിച്ച് നാണക്കെടുത്തിയ ദൈവം എന്തിനാണ് അപ്പം സാത്താന് മുമ്പിൽ തോറ്റു കൊടുക്കുന്നത്? നിങ്ങളുടെ ദൈവം തള്ളാകൂ. അന്തിമ വിജയം മാത്രം കൊടുത്തോണ്ടിരിക്കുന്നത്. എന്ത് ഊളത്തരം പറഞ്ഞാണ് ഇവന്മാരെ പറ്റിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും ഇസ്ലാം മതത്തിൽപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങൾ വിളിക്കുന്നത് ഒരു ദൈവത്തെ അല്ല, കേവലം ഒരു സാത്താനെയാണ്. വേശ്യാലയം നടത്തിക്കൊടുത്ത് മനുഷ്യരെ മുഴുവനെയും പറ്റിച്ച് വേശ്യാലയവും കൂറിയുടെ ജീവിതവും വൃത്തികേടും ആഭാസവും കൊന്നുമുടിയും തള്ളുവിറയലുമൊക്കെയായ കേവലം കെട്ട ഒരു മതത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ജനിച്ചുപോയൊരു കുറ്റമേ ഉള്ളൂ. നിങ്ങൾക്ക് മാറി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാട്ടറബിയായിരുന്ന മുഹമ്മദ് കുഞ്ഞ് അവന്റെ ഭോഗത്തിന് വേണ്ടിയിട്ട്, അവൻ കാണുന്ന പെണ്ണുങ്ങളെല്ലാം ഭോഗിക്കാൻ വേണ്ടിയിട്ടും അവന് തിന്നുകുളച്ച് ജീവിക്കാൻ വേണ്ടിയും ഉണ്ടാക്കിയിട്ട് ഒരു കൊതമതം മാത്രമാണ് ഇസ്ലാം. ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് മാനസാന്തരപ്പെട്ട് ആ മതത്തിൽ നിന്നും ഇറങ്ങി ഓടാനുള്ള വഴി വല്ലതും ഉണ്ടെങ്കിൽ നോക്ക്. നിങ്ങൾ ഓടിയാലും നിങ്ങളെ കൊല്ലും, അത് വേറെ വിഷയം. എന്നാലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിലായതുകൊണ്ട് പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ പുറത്തേക്ക് വാ, സമാധാനത്തോടെ ജീവിക്കാൻ പഠിക്കുക. അല്ലാതെ ഈ കൊതമതവും തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കാര്യം കട്ടപ്പുകയാണ്. കേവലം കെട്ട് നാറത്തേ ഉള്ളൂ. നിങ്ങളൊന്നും ഒരു കാലത്തും ജയിക്കാൻ പോണില്ല. ചുമ്മാ കിടന്ന് ഉസ്താദുമാര് തള്ളിമറിക്കും, ജയം ജയം ജയം, അന്തിമ വിജയം തള്ളാകൂല. ഏത് കാലത്തടാ അന്തിമ വിജയം ഉണ്ടാകുന്നത്? ഇസ്രായേലിനോട് മുട്ടാൻ മാത്രം വളർന്നിട്ടില്ലടാ. സാത്താന്റെ കുഞ്ഞുങ്ങൾ ഇസ്രായേലിനോട് മുട്ടാൻ വളർന്നിട്ടില്ല. ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് യൂത്ത് ഹേ വൗഖ് എന്ന് പറയുന്ന സർവശക്തനായ ദൈവമാ. സഖരിയാ പ്രവചനം അതിന്റെ 13-ാം അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള നസറുള്ളയുടെ മരണത്തെ കുറിച്ച്. അതും കേൾക്കണോ? ഒരു മിനിറ്റ്. 11-ാം അധ്യായം
ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. തീമഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ അവിടെ പൊഴിച്ചുകൊണ്ടിരുന്നത്. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? കണ്ടോ, ഇടയന്മാരുടെ നസറുള്ള എന്ന് പറയുന്ന ഇടയനായിരുന്നല്ലോ ഹിസ്ബുള്ളയുടെ തലവൻ. അവന്റെ മഹത്വം നശിച്ചിട്ട് മുറയിടുന്നത് കേട്ടല്ലോ. അതുകൊണ്ട് ആ മീഡിയ വണ്ണൊക്കെ ഇനി കരയാൻ പോകുന്നത്. ഇനി എല്ലാവരുടെയും കൂട്ടക്കരച്ചിൽ കേൾക്കാം. ഇത് എഴുതി വെച്ചിരിക്കുന്നത് 2000-3000 വർഷങ്ങൾ മുന്നെയാ. ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തീരിക്കിരയായി തീരുന്നത് വാതിൽ തുറന്നു വെക്കുക. എടാ, നീ വാതിൽ തുറന്നു വെക്ക്. നിന്റെ ദേവദാരുക്കൾ തീക്കിരയാൻ പോകുകയാ. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? കണ്ടോ, ഇടയന്മാരുടെ മഹത്വം. നസറുള്ളയും കൂട്ടരും പേജർ പൊട്ടിത്തെറിച്ച് കുറേമാര് ചത്തുപോയി. പിന്നെ ഇസ്രായേൽ 15 പേര് കൂടിയിരുന്ന സ്ഥലത്തൊരു ബോംബിട്ട് 15 എണ്ണവും ചത്തുപോയി. അവസാനം നസറുള്ള ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു, ആരുമില്ല. ഇനിയിപ്പം ഞാൻ കൂറിയെടുത്ത് പോയില്ലെങ്കിൽ വളരെ വിഷമമാണല്ലോ, എൻ്റെ കൂടെ ഇരുന്നവന്മാരെല്ലാം കൂറിയെടുത്ത് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് തള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തള്ളാഹു പറഞ്ഞു, ഇപ്പം ഞാൻ മൊസാദിനെ പറഞ്ഞു വിടാം. ഇസ്രായേലിന്റെ വല്ലിക്കാട്ട് മിസൈൽ വന്ന് നിന്റെ തലയ്ക്ക് വീണോളും, നീ അങ്ങ് നേരോട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? നിന്റെയൊക്കെ കരച്ചിൽ കാണേണ്ടി വരുമെന്ന് സെക്കരിയാ പ്രവചനത്തിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് യൂത്ത് വൗഹേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രവചനം. അല്ലാതെ അന്തിമ വിജയം തരാം ആദ്യമെല്ലാം ഓടി കണ്ടം വഴി അടികൊണ്ട് ഓടിക്കോ എന്നല്ല പറയുന്നത്. അന്തിമ വിജയം തരാൻ കണ്ടം വഴി ആദ്യമെല്ലാം അടികൊണ്ട് കണ്ടം വഴിക്ക് ഓടിക്കോ. ഞാൻ ഫസ്റ്റ് റൗണ്ട്, എൻ്റെ പുറകെ മമ്മദ് ഓടിക്കോളും, അതിൻ്റെ പുറകെ നിങ്ങളും ഓടിക്കോ. എല്ലാ റൗണ്ടും ഓടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കട്ടെ, ജയിക്കാൻ പറ്റുമെങ്കിൽ അന്തിമ വിജയം തരാമെന്നല്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇസ്രായേലിന് റഷ്യ ഒരു വെല്ലുവിളിയുമില്ല. റഷ്യയുടെ ആയുധങ്ങള് നൊട്ട ആയുധങ്ങളാണെന്ന് ആശിഷ് പി ശശി അറിഞ്ഞില്ലായിരുന്നു. ഉക്രൈനോട് മത്സരിക്കാൻ പോയിട്ടേ റഷ്യയുടെ ആയുധങ്ങൾക്ക് ഒരു ബലവുമില്ല എന്ന് ലോകത്തെ റഷ്യ തന്നെ തെളിയിച്ചു കൊടുത്തില്ലേ? കേവലം ഉക്രൈൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യത്തോട് ഇത്ര മഹാജനമായിരിക്കുന്ന, അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേലിനോട് റഷ്യക്ക് വന്ന് മുട്ടാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമല്ലേ? റഷ്യക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചവന്റെ കിണ്ണവിരലേ ഉള്ളൂ. ആരാ? ഒരു കിണ്ണവിരലിന് ഒടിച്ചു കൊടുക്കുന്ന ലാഘവമേ ഉള്ളൂ പുടിനും കൂട്ടനും അല്ല റഷ്യയൊക്കെ. അല്ലാതെ ഇസ്രായേലിനൊരു വെല്ലുവിളിയേ അല്ല. ഉക്രൈന് പോലും വെല്ലുവിളിയല്ല ഈ റഷ്യ, പിന്നെയായി ഇസ്രായേലിന്. അത് മനുഷ്യരുണ്ടാക്കി പടച്ച, ഇപ്പൊ ഹിസ്ബുള്ളോ ഇപ്പൊ തീർത്തു വരൂടാ, ഇറാൻ ഇപ്പൊ തീർത്തു വരൂടാ എന്ന് പറഞ്ഞ് തള്ളിമറിച്ചതുപോലെ തള്ളു മാത്രം തന്നെയാണിത്. അതിന്റെ യാഥാർത്ഥ്യമൊന്നും അങ്ങനെയല്ല. യാഥാർത്ഥ്യം എല്ലാ ലോകരാജ്യങ്ങൾക്കും ഇസ്രായേലിനെ പേടിയാണ്. ഇസ്രായേലിന് ഒരുത്തനെയും പേടിയില്ല. ഇസ്രായേലിന് ഒരു വ്യക്തിയെ ഒരാളെ മാത്രമേ ഇസ്രായേലിന് പേടിയുള്ളൂ. അത് സർവശക്തനായ യൂത്ത് വൗഖേ എന്ന് പറയുന്ന സർവശക്തനായ അവരുടെ ദൈവത്തെ മാത്രമേ അവർക്ക് പേടിയുള്ളൂ. അതുകൊണ്ടാണ് അവർ രാവും പകലും ദൈവസന്നിധിയിൽ പോയി മുറയിടുന്നതും പ്രാർത്ഥിക്കുന്നതും നിലവിളിക്കുന്നതും. അതുകൊണ്ട് സന്തോഷത്തോടിരിക്കുക. ഇന്നത്തെ ശബാത്ത് നിങ്ങൾക്ക് സന്തോഷകരമാക്കി തീർത്ത് ദൈവത്തിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുവാൻ ദൈവം ആഘോഷകരമാക്കി തീർത്ത് സ്വർഗത്തിലെ ദൈവത്തിന് 1000 നന്ദി. ഓക്കെ, അപ്പൊ പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും ശബാത്ത് ശലോം.